Glad to be here with you, and this is going to be our final session this time. And last few days we have been discussing about a walk with the Lord. കർത്താവിൻ്റെ കൂടെയുള്ള ഒരു നടപ്പിനെ കുറിച്ച് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. And we know it's not very easy. It's not an easy walk because it's a very costly walk, and it costs us everything when we walk with the Lord. But we don't feel the pain because we are losing everything to gain something better. And we are abandoning ourselves to get the only true life that's worth living. ജീവിക്കാൻ വാല്യുള്ള മൂല്യമുള്ള ഒരേ ഒരു ജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമുക്കുള്ളതെല്ലാം കളയുന്നത് എന്നുള്ളത് കൊണ്ട് ഈ യാത്ര എപ്പോഴും നമുക്ക് ആനന്ദമല്ലാതെ ഒരിക്കലും നമുക്ക് നിരാശ തരുന്ന ഒരു ജീവിതമല്ല. Sometimes people think, this radical Christian living and faith living and all those brings to us a sannyasi type of hermit type of life. That also is a misunderstanding. Jesus was never a hermit. He ate, drank, slept well, and walked with people. He never had a hermit syndrome. സന്യാസിയെ പോലെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ ഒരു ഓടിപ്പോകുന്ന ഒരു മതമല്ല ഇത്. കാരണം ഹിന്ദു വിശ്വാസത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഇതറിയാം ഇതെല്ലാം മായയാണ്. So they try to escape from all this and go somewhere so that they are unaffected by sin. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വേറൊരു ജീവൻ ജീവിക്കാൻ ലഭിക്കുന്നത് കൊണ്ട് വി ഡോണ്ട് നീഡ് ടു റൺ. കാരണം എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ ജീവിച്ച് തെളിയിച്ച ഒരു ജീവൻ, ആൻഡ് ഇറ്റ്സ് അവൈലബിൾ ടു us. ദാറ്റ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് അവൈലബിൾ ടു us by the Spirit of God, so that we can live in any circumstance. We don't need to run from this world. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് വെളിയിൽ നിന്നുള്ള ആൾക്കാർ നോക്കുമ്പം നമ്മൾ വലിയൊരു സ്പിരിച്വൽ ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. We are ordinary human beings, and Jesus was just an ordinary human being, but he had such a powerful life that could amaze everyone around him. അത് അങ്ങനെയുള്ളൊരു ലൈഫ് നമുക്ക് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നത് നമ്മുടെ ഒരു പുറമേ ഉള്ള ഒരു മത അല്ല, അതിന് ആന്തരികമായൊരു സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടറാണ് മനുഷ്യർക്ക് അത് വെളിയിലുള്ളവർക്ക് മനസ്സിലാകുന്നത്. A person who is not shaken by anything that may come to him, and who has that inner strength. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബേസിക്കലി മെയിൻറ്റെയിനിങ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. എങ്ങനെയാണ് ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബിക്കോസ് ലാസ്റ്റ് ഡേയ്സ് ഐ കനോട്ട് കണ്ടിന്യൂ ഫ്രം വെയർ വി സ്റ്റോപ്പ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് യു വെയർ നോട്ട് ദെയർ ഓൺ ദോസ് ഡേയ്സ്. I think so. Some of you are new faces, so you may not understand the premises. Okay, ദൈവവുമായിട്ടുള്ള ആ സാങ്ക്ടിഫയിങ് റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം, ഹൗ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അത് പറയുമ്പം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ഫ്രം അവർ പാർട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇറ്റ്സ് നോട്ട് അവർ എഫേർട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ് ദാറ്റ് സസ്റ്റെയിൻസ് ഇറ്റ്, ബട്ട് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാണ് അത് നിലനിർത്തുന്നത്, നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രവൃത്തികളും ഒന്നുമല്ല. ഇതൊരു ഒത്തിരി ഐറണീസ്, അതായത് ഒത്തിരി വിരോധാഭാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലൈഫും കൂടെയാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിലൊരു എക്സാമ്പിൾ, certain things are really complicated for our brain. So one such verse I will read from the book of Philippians. In Philippians chapter 2, verse 12. ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രിപ്പോസിഷൻ, ഒരു ചെറിയൊരു വാക്ക്, ഫോർ എന്നൊരു വാക്ക് അവിടെ അതിനിടയിലുണ്ട്. അതിങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. Therefore my beloved, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, as you have always obeyed, നിങ്ങൾ എപ്പോഴും അനുസരിക്കാൻ മുൻപിൽ നിന്നവരാണ്. So now not only as in my presence, that much more in my absence. ഞാൻ അരികത്തിരിക്കുമ്പോൾ എന്നതിനേക്കാളും അതിനേക്കാളും കൂടുതൽ ഞാൻ ദൂരെ ഇരിക്കുമ്പോൾ, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ വർക്കൗട്ട് എ സൊല്യൂഷൻ, വർക്കൗട്ട് എ പ്രോബ്ലം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ വളരെ ഭയത്തോടും വിറയലോടും കൂടി എടുക്കുക. അത് കഴിഞ്ഞാണ് ഈ 4 വരുന്നത്.
ഫോർ എന്നുള്ളത് ഒരു കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അതിനർത്ഥം ബിക്കോസ് എന്നാണ്, അല്ലെ? ബിക്കോസ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു. അതാണ് നിങ്ങൾക്ക് ഫിയർ ഉണ്ടാക്കേണ്ടത്. ദാറ്റ്സ് വാട്ട് ഷുഡ് കോസ് യു ഫിയർ ആൻഡ് ട്രെമ്പിൾ. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങൾക്കൊരു ഇച്ഛ തരികയും God causes you to desire and works something great inside you. നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യുന്നത് കൊണ്ട് ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് പോലും ദൈവമാണ് തരുന്നത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ വിറയലോടുകൂടി നിങ്ങളുടെ രക്ഷയെ സമീപിക്കാനാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഗോ ആൻഡ് ഡു സംതിങ് ആൻഡ് ബി സേവ്ഡ്. But when God himself comes down, the Spirit of God, Holy Spirit of God comes down into you and does something great and something bigger than creation, the whole of creation, ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാക്കിയതിനേക്കാളും വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് കൊണ്ട് അത് ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ അത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുമ്പം നിങ്ങൾ എത്ര ഭയത്തോടും വിറയലോടും കൂടെ, ഹൗ മച്ച് ട്രെംബ്ലിംഗ് ആൻഡ് ഫിയർ യു ഷുഡ് ഹാവ് to work out all the thoughts and to complete all the works that the Spirit is doing through you. അതാണ് അതിനർത്ഥം. Sometimes we take some verses extracted from its context and we don't understand what it really means. അപ്പൊ ഇവിടെ എന്താണ് ഈ ഫിയർ ഉണ്ടാക്കുന്നത്? ഇതൊരു വലിയ സാൽവേഷൻ ആണ്. This is a big thing that God is working in you, in each individual, to give them life, the life of Jesus Christ. അപ്പോൾ അതിനോടൊരു ഭയം നമുക്കുണ്ടാകണം. There should be trembling. എൻ്റെ ദൈവമേ, you are in me. Oh my God. God who was afraid, God who was feared by everyone, even the angels could not stand before him. They fell prostrate before him. And they had to hide their faces. അവരുടെ മുഖം മറക്കേണ്ടതായിട്ട് വന്ന ദൂതന്മാർ മുഴുവൻ വീണ് നമസ്കരിക്കുന്ന ആ വലിയ ദൈവം വർക്കിംഗ് ഇൻ മീ, ഇൻസൈഡ് മീ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഹൗ ക്യാൻ ഐ കൺസീവ് ദാറ്റ്? അപ്പൊ അത്ര വലിയൊരു രക്ഷയെ ഞാൻ അഗണ്യമാക്കാതെ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ് I should work out whatever thought the Spirit of God gives us. And when you start giving honor to God who is working out the salvation in you, and you will get more and more of his wisdom. One day my sister-in-law asked me, suggest me a Bible college where I would go and learn some Bible. I told her, why do you want to go to a Bible college? She said, I want to learn the Bible, the Word of God. I told her I would suggest an easy way to you without paying any fees. Then she said, what's that? I asked her, how many of the verses of this Bible you know by now? She said, there are many verses which I know. And I told her, you start obeying it and God would start revealing you more and more. When you have the Bible with you, God working out with you, and God telling you things, you don't obey it, you go somewhere to learn more things. I'm not speaking against Bible colleges, but every human being who is saved by God, ദൈവത്താൽ രക്ഷിക്കപ്പെടുന്ന ഓരോ മനുഷ്യനെയും ഉള്ളിൽ ദൈവം വർക്കൗട്ട് ചെയ്ത് അവൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ ചിന്തകൾ അവൻ അനുസരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇഫ് യു ഒബേ മൈ കമാൻഡ്മെന്റ്സ്, നീ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയാണെങ്കിൽ ഐ വിൽ പ്രേ ടു ദ ഫാദർ ആൻഡ് ദ ഫാദർ വിൽ സെൻഡ് ദ ഹോളി സ്പിരിറ്റ് ടു യു. എന്ന് പറഞ്ഞാൽ ഇതനുസരിക്കാൻ നമുക്ക് ആത്മാവില്ലാതെ പറ്റില്ല. We cannot obey without the Spirit. But if you want to obey, if you love the Lord, and it's not just for academic learning, if you want to live a life like Jesus, definitely God knows that and he will give you abundance of the Holy Spirit. ഓക്കെ, നമ്മൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആത്മാവ് വന്നിട്ടൊന്ന് വിറയ്ക്കാൻ വേണ്ടിയോ എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല. We are not praying that so that the Holy Spirit would come and we would make noise. No. Last time in the PYPA camp, they were all praying for the tongues. I said, don't pray for the tongues. Pray for the filling of the Spirit, everyday filling of the Spirit. And we need the life of Christ. Then they may speak in tongues. That's another thing. But if you are not focusing on Christ, if you are
focusing on one experience. You may get an experience through an ecstasy, but you may not get Christ. ക്രിസ്തുവിനെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് സാധ്യതയില്ല. അന്നത്തെ കാലത്ത് കർത്താവ് എന്ത് ചെയ്യുമോ, കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഒരു ജനത്തിനാണ് ആത്മാവ് നിറഞ്ഞത്. അന്യഭാഷ in itself does not serve you anything if the life of Christ is not in you. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ ഉളവാക്കാതെ ഒരു അന്യഭാഷ മാത്രം ഉളവാക്കിയത് കൊണ്ട് you don't become victorious in your Christian life. അപ്പൊ ഇന്ന് ആത്മാവ് വരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു വരുന്നത് കാണുന്നില്ല. That's the dangerous part of it. Now, how do we pursue every day? നമ്മുടെ how is the sanctification affected in us? എങ്ങനെയാണ് കർത്താവ് വിശുദ്ധീകരണം നമ്മളിൽ സാധിപ്പിക്കുന്നത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം. ഇത് ഇറ്റ്സ് നോട്ട് in an ordered form of message. First of all, ദൈവത്തിന്റെ ഒരു മുന്നൊരുക്കം, നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ ഒരു പ്രിപ്പറേഷൻ, preparing a saint. അത് I have experienced it many times in my life. That's why I always say it's all the glory belongs to the Lord. Nothing belongs to me. കാരണം ദൈവം നമ്മളെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മുന്നൊരുക്കം പോലും അതൊരു മിറക്കിൾ തന്നെയാണ്. സോ എവറി മോറൽ ലോ പുഷസ് us into uncertainty. ഒരു എന്താ പറയുന്നത്, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പില്ലായ്മയിലേക്കാണ് വിടുന്നത്. അതായത് എല്ലാം അനുസരിക്കുന്നുണ്ട്, ഐ എം ഒബേയിങ് എവറിത്തിങ് പോസിബിൾ, ബട്ട് ഐ എം നോട്ട് ഷുവർ ഇഫ് ദാറ്റ്സ് ഇനഫ്. ആയോ എന്നറിയില്ല. ഐ എം പ്രേയിങ് ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ഇനഫ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് മതിയോ എന്നെനിക്ക് അറിയില്ല. ഐ ആം ഫാസ്റ്റിംഗ്, മതിയോ എന്നറിയില്ല. ദർസ് an uncertainty. Do you agree with that? I am forgiving my neighbor, okay, or my enemy. ഞാൻ ക്ഷമിച്ചു ബ്രദറെ, but I don't know if that's enough. If that forgiveness is 100% in my heart, I don't know. So when I give a moral commandment without a qualifying value, അതായത് പാസ് മാർക്ക് എത്രയാന്ന് പറയാതെ ഉള്ള ഒരു മോറൽ കമാൻഡ്മെന്റിന്റെ പ്രോബ്ലം, ഈ നിയമങ്ങളെ മുഴുവൻ അത് ആപേക്ഷികമാക്കി മാറ്റുന്നുള്ളതാണ്. അവനേക്കാ ഭേദമാ ഞാൻ, ഇവനേക്കാ ഭേദമാ ഞാൻ എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഒരാൾ ശരിക്കും നന്നായോ എന്ന് പറയാൻ പറ്റില്ല. എത്ര മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ യേശുവിന്റെ നിയമങ്ങളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പാസ് മാർക്ക് ഫിക്സ് ചെയ്തു കർത്താവ്. എത്രയെന്നറിയോ? വാട്ട്സ് ദ പാസ് മാർക്ക് ദാറ്റ് ക്രൈസ്റ്റ് ഫിക്സ്ഡ് ഫോർ മോറൽ ലോ? Who can say? ഇത്ര നാളും പ്രസംഗം കേട്ട ആർക്കെങ്കിലും? What was the pass mark that Christ fixed for the moral law? Love. What was the pass mark? How many percentage? 100. 99.9 not qualified. And can someone come and improve on it? No one. No one can improve on that. അല്ലേ? യേശു പറഞ്ഞു 100% എന്ന് പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ആയപ്പോൾ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ perfect, only perfect people go to heaven, and still we will go to heaven. അതാണ്, that's the magic of salvation. അതാണ് രക്ഷയുടെ മാജിക് എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി, that magnificent work of the Lord converts that 0 into 100. Okay, അപ്പൊ 100% ഫിക്സ് ചെയ്ത ഒരു ലോ ആണ് നമുക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്നത്. When we read the New Testament, the Gospels, the righteousness of Christ revealed in that Gospels, we see 100% perfection of love. If anyone did not understand, so that's why he said it's absolute. ലോകത്തിൽ ഒരിടത്തും വേറെ ഒന്നിനും അബ്സല്യൂട്ട് ഇല്ല. പക്ഷെ മോറൽ ലോയ്ക്ക് ദൈവഹിതം, the will of God, when Christ explained the will of God, he gave us the absolute. Not only he gave us the absolute, he lived in the absolute. അവൻ ജീവിച്ചതും ആ പെർഫെക്ഷനിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ? Christ said, I am the truth. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സത്യം, ഞാൻ അല്ലാതെ സത്യമില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ആപേക്ഷികമാണ്, ശരിയാണ്, പക്ഷെ സത്യമല്ല.
There's a big difference between a correct thing and a true thing. Correctness and truth are two different things. I will explain correctness first. Suppose anyone who teaches in a school, teacher, science teacher, any science teacher, science, yes. Suppose in your class you ask a question to a student: how was a man? How did man come into existence? Then a student replies, it's according to evolution. In the classroom, the teacher will say, okay, you are right, 2 marks. The same teacher, same student, the next day in the Sunday school, ask the same question: how man came into existence? And the student will say, God, same student will say, God took dust from the earth and formed it into a shape of man, and then breathed into his nostrils, and man was born. Two answers, one question, one teacher, one student. Two answers, two different contexts, both right. Both get full mark. Here this is correct, there that is correct. But truth cannot change with time and situations. 100% means 100% in every context. In AD 4 it is like that, and AD 21 also you cannot, AD 2100 also you cannot change that, because it's absolute. Even the whole time goes away, the absolutes will remain. Do you understand? ഇപ്പൊ ക്രിസ്തുവിന്റെ ടീച്ചിങ് അല്ലാതെ, യേശുവിന്റെ ഉപദേശങ്ങളല്ലാതെ വേറൊന്നും കാലമനുസരിച്ച് മാറാത്തതില്ല. ബാക്കി എല്ലാം മാറിപ്പോവും. ഇത് മാത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നത്, അന്ന് ജനങ്ങൾക്ക് ഇത്രയൊന്നും അറിയത്തില്ല, പക്ഷേ യേശു ഓരോ റൈച്ചസ്നെസിന്റെ പാരാമീറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതെല്ലാം പെർഫെക്ഷനിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ആർ forgive 100%. Okay, when you love 100%. Whom shall you love? One who persecutes you. Suppose a man comes and kills me, he's killing me inch by inch by subjecting me to torture on the cross. The challenge that Jesus puts is, you are a good man, show me. Love him until he kills you completely. 100% love, no complaints. This is what Jesus asked us. Is it possible for us? മനസ്സിലായി ഞാൻ പറഞ്ഞെന്താന്ന്? അപ്പൊ സ്നേഹത്തെ അത്രയും ഹൈ ആയിട്ട് നിർവചിച്ച് കഴിയുമ്പോഴേക്കും, അപ്പൊ ഞാൻ ഇത് ഇത്രയൊന്നും അന്ന് ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം മാത്രം ആലോചിച്ചു, ഈ ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് ഈസ് പെർഫെക്റ്റ് ആൻഡ് അൺചേഞ്ചബിൾ, നോ വൺ ക്യാൻ ഇംപ്രൂവ് ഓൺ ഇറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഇങ്ങനെ ശരിയാണല്ലോ, ബൈബിളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ശരിയാണ്, ഇതിന് എവിടെയെങ്കിലും ഒരു ട്രൂത്ത് ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ചായക്കടയിലോട്ട് കയറിയത്. Because God first prepared me with this message, and gave me an opening to the Bible, and then sent me to a different hotel where I would normally never visit. And then he brought that evangelist at that exact time, and he could speak to me, connecting me correctly. So see how Lord prepares us. ദൈവം നമ്മൾ ഓരോരുത്തരെയും രക്ഷ സ്വീകരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ ദൈവം കൊണ്ടുപോയി ഓരോരോന്നും മാറ്റി, ചിലത് കൊടുത്തും ചിലത് എടുത്തു മാറ്റിയും, we are taken through that route so that we can freely accept the gospel when it is offered. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ സ്വീകരിച്ചതാണ്, പക്ഷേ it was working out of God's great plan to save us. നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത ആ പ്ലാനിന്റെ വർക്കിംഗ് ഔട്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. You look back into your life, you will understand the turns that God made possible so that you can easily receive the gospel when it is preached to you. അപ്പൊ ഇതെല്ലാം ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ട് ചെയ്യുന്നത്. You think about it and rever it and tremble over what God is doing in your life. ആ ട്രെംബ്ലിങ്ങോട് കൂടി വേണം നമ്മൾ ബൈബിളിനെ സമീപിക്കാൻ. We need to have that trembling when we open that Bible, when we kneel before him, when we say, lift up our hands and say, oh Lord, thank you Lord. അത് പറയുമ്പോൾ there should be an inner trembling. Never look at another person and say, did I say that correctly? No. ഞാൻ ശരിക്കാണോ ഹല്ലേലൂയ പറഞ്ഞത്? അതല്ല എൻ്റെ പ്രശ്നം. Are you trembling inside?
അത് പാട്ട് പാടാൻ നിൽക്കുമ്പോഴും എൻ്റെ കീബോർഡിലെ പ്രസ്സിങ് കറക്റ്റ് ആയിരുന്നു, എൻ്റെ സംഗതികൾ ദാറ്റ് വാട്ട് യു കോൾ ദാറ്റ് ഐ ഡോണ്ട് നോ ദാറ്റ് rhythm and all those, did I present it well type of an attitude shows lack of trembling before the Lord. Okay, അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് സൺഡേ ആയതുകൊണ്ട്, ടുഡേ ബീങ് സൺഡേ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു what it means, how God brings out our sanctification through the church and our personal devotion. Okay, this will be something different from what you heard last 3 days. Okay, let's turn our attention to two scriptures. One I will read now from Ephesians chapter 4. Ephesians chapter 4 and verse 4 onwards, 4 through 7. Okay, what you read here is about the Christian unity. What are the parts of Christian unity? എന്താണ് ക്രിസ്തീയ ഐക്യത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് തിങ്, you were called to the one hope that belongs to your call. അത് ഈ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് അത് ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്, just as you were called to the one hope. നിങ്ങൾ എല്ലാവരും ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. One hope. അടുത്ത എഴുതിയിരിക്കുകയാണ്, a hope that belongs to your call. എന്ന് പറഞ്ഞാൽ വിളിയോട് ചേർന്ന് ഒരാശ കണക്ട് ആയിട്ടുണ്ട്. You understand? That call includes that hope. 4, verse 4. അപ്പോൾ everyone in the church is called with one hope. How many of you are called? Are you called? If you are called by God, He has given you only one hope. And that hope is attached to that call. You understand? അപ്പോൾ വിളിയോട് തന്നെ ചേർത്ത് ഒരു ആശയും കൂടെ വെച്ചിട്ടുണ്ട്. Okay, that call includes that asha. That's why at that hotel when I was talking, that man told me, എന്നെ വിളിക്കുവാണ്, God is calling me through that man. Okay, and he is asking me, will you go to heaven if you die today or Christ comes today? And I said no. Then what he tries to say is, if you are born again, I give you a hope that you will go with him to heaven. അങ്ങനെയല്ലേ? അതല്ലേ ഹോപ്പാ? വിളിക്കാത്ത എന്തുണ്ട്? ഒരു ഹോപ്പുണ്ട്. സപ്പോസ് ഗോഡ് calls you with a hope. എങ്ങോട്ടാ വിളിക്കുന്നത്? I am going to prepare a place for you. അല്ലേ? ഞാൻ പോയ ശേഷം I will come back and take you. കാരണം എന്താ? അതാ ഹോപ്പ്. അപ്പൊ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ആ ഹോപ്പിനാലാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Everyone is called by that one hope. Previously you would hear this call extended from every convention stages. If Christ comes today, would you go to heaven? Was the call. ഇന്ന് കർത്താവ് വന്നാൽ നിന്റെ ആത്മാവ് എവിടെ എന്ന് ചോദിച്ചായിരുന്നു പണ്ട് കൺവെൻഷൻ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. Today it's not like that. Today these people are asking, ഇന്ന് നിന്റെ തലവേദന മാറ്റുന്ന ദൈവം വന്നിട്ടുണ്ട്. So hope is your headache will be gone. ഇന്നും വിളിയുണ്ട്, call is there, but that hope attached to that call has changed. Do you understand? അപ്പൊ വിളി ദൈവത്തിൽ നിന്നല്ല വരുന്നത്. So if that hope changes, that means that call does not come from the Lord. It comes from people and denominations
They call you, giving you different hopes. ഇന്ന് പല ഡിനോമിനേഷൻസിൽ വരുന്നവർക്ക് ഒരു ഹോപ്പല്ല, ഡിഫറെന്റ് ഹോപ്സാ. നിങ്ങളൊരു പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ച് നോക്കി, പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങൾ, എല്ലാവർക്കും വിഷയങ്ങളുണ്ട്. ദേ ഹാവ് വിഷയങ്ങൾ, യുനോ, അതെല്ലാം ഡിഫറെന്റാ. എൻ്റെ പിള്ളേരുടെ ആരോഗ്യം, എൻ്റെ പിള്ളേരുടെ ജോലി, മൈ ചിൽഡ്രൻസ് ഫ്യൂച്ചർ, എഡ്യൂക്കേഷൻ, മണി, വിസ, ജോബ്, different hopes. If you are called by different hopes, it means that that's not a heavenly call, that's a call by the denominations, and that's part of the denominational businesses. Last year I had a part of a sermon by Ravi Zakaria. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഡിനോമിനേഷണൽ അബോമിനേഷൻ. നല്ലൊരു പ്രയോഗം ഇംഗ്ലീഷിൽ, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇത്തിരി പ്രയാസം. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് രസം ഉണ്ടാവത്തില്ല. എന്താ പറയുക, ഡിനോമിനേഷണൽ അബോമിനേഷൻ എന്നുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിനോമിനേഷൻ എന്നുള്ള വാക്കിന് തന്നെ ഒരു മലയാളം വാക്കില്ല. സംഘടന എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ലീവ് ഇറ്റ് എനിവേ. അപ്പൊ ഇവര് നമ്മളെ വിളിക്കുന്നത് പല പല ആശകൾ തന്നിട്ടാണ്. പ്രാർത്ഥിക്കും ബ്രദറെ, ഞങ്ങളുടെ ചർച്ചിലേക്ക് വാ, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ അത് ദൈവം ചെയ്യും, അത് പുള്ളിയുടെ സ്പെഷ്യൽ ആളാണ് ദൈവം. So God is a special, customer of this pastor. So he is that anointed one who would pray for all of you. So you get different hopes. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം this morning, how many of you are called with that one single heavenly hope? How many of you have that hope inside you that Jesus will come and take you up in the skies and my body will be glorified like his body? And if you have that hope and many are gathered in that one hope, there is a fellowship starting there. ഇപ്പൊ ഫെലോഷിപ്പിന്റെ തന്നെ ബേസ്, വിളിയുടെ തന്നെ ബേസ് എന്ന് പറയുന്നത് ആ ഹോപ്പാണ്. ഇത് ഒരിടത്ത് മാത്രമല്ല ബൈബിളിലുള്ളത്. there are many verses which suggest that. One is Ephesians chapter 1 verse 17, which we read yesterday. And when we are called with that one hope. But the problem is too much of spurious preaching, ungodly preaching has taken away the holy hope, the heavenly hope. They have destroyed, these worldly messages have destroyed that one hope with which we were all once called by God. പക്ഷേ വിളിയുള്ളവര് എപ്പോഴെങ്കിലും ഈ വിളിയിലേക്ക് വരും. ഏത് ഡിനോമിനേഷൻ അബോമിനേഷൻ കൊണ്ടുപോയാലും those who are really called by God, they will definitely hear what their calls really meant. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ കേൾക്കാതിരിക്കില്ല, ഇതായിരുന്നു ഞങ്ങളുടെ വിളി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാങ്ക്ടിഫിക്കേഷന് ദൈവം ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, the first that part of that salvation that starts with a fellowship of the same hope. ഇപ്പോൾ ചർച്ചിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ensure that we are all called by one hope. Speak to one another. What's a fellowship? Coming on Sundays and just having 3 hours together and a pastor preaching to you and you singing some songs and afterwards commenting that preaching was good today, I liked it, I enjoyed it, the song was wonderful, fantastic. Is that why is fellowship for? No. You talk to one another. You are 24 hours a day. When you meet your brothers, നിങ്ങളുടെ കൂട്ടുകാരെ സഹോദരങ്ങളെ കാണുമ്പോൾ, ഈ ഞായറാഴ്ച വന്ന് 3 മണിക്കൂർ ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, ഹോപ്പ് എന്താ, നമ്മുടെ ഹോപ്പ് ഒന്ന് വർദ്ധിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കർത്താവ് വരാറായി, സംസാരിക്കുക. എന്നിട്ട് പറയാം, നമ്മൾ എന്തിനാ ഈ ലോകത്തിന് വേണ്ടി ഓടി നടക്കുന്നത്, ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ഒരാൾ പറയും, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രയാസം, സാരമില്ല, ദൈവം വരാറായി, കർത്താവ് വരാറായി, ബി ഹോപ്പ്ഫുൾ എന്ന് പറ. കംഫർട്ട് വൺ അനദർ വിത്ത് ദാറ്റ് ഹോപ്പ് ആൻഡ് ദെൻ യു ഹാവ് എ റിംഗ് ഓഫ് ഫെലോഷിപ്പ്. So this is part of our sanctification. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പ്രധാന ഘടകമാണ്, ഒരു ഫാക്ടറാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. സോ ത്രൂ ഫെലോഷിപ്പ് ഗോഡ് sanctifies us. And in every sanctification there's brokenness. Without brokenness you cannot be sanctified. നമ്മളൊരു തകർച്ചയിലൂടെ പോകാതെ നമ്മളെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. So God will definitely send you through brokenness.
Definitely. The reason is, ഈ ഫ്ലഷ് ഉണ്ടല്ലോ, ഫ്ലഷിന് ഒരിക്കലും ദൈവരാജ അവകാശമാക്കാൻ പറ്റില്ല. ഫ്ലഷ് ആൻഡ് ബ്ലഡ് ക്യാൻ നെവർ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സോ ദ ഫ്ലഷ് ലൈഫ്, ദറ്റ് സെൽഫ് ലൈഫ് നീഡ്സ് ടു ബി ബ്രോക്കൺ. Suppose you are a very strict fellow, like you bring up your children with so much strictness. 4 o'clock wake up, like that, a little bit heavy on them. Instead of saying 6 o'clock, the 4 o'clock. Or maybe you imagine yourself to be very, these are all good things. നല്ല കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഇമാജിനേഷനിലേക്ക്, ഫ്ലഷ് ലൈഫിലേക്ക് അത് കയറി കഴിയുമ്പോൾ, we start living by the rules, not by love. What happens is God will break you. So that ആ നിയമങ്ങൾ വെച്ചുള്ള ജീവിതം ഇല്ലാതായി സ്നേഹത്തിൽ നിന്നുള്ള ലൈഫ് ഉണ്ടാകാൻ വേണ്ടി. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. I will illustrate that a little bit. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുന്നവർ, those who pray and read the Bible early morning every day. Sorry for asking that question. We all need to do that, right? We all need to read the Bible and pray. But when it becomes a law, it creates complications. You know how? Today morning I had to wake up at 5 o'clock. But I was very tired and I woke up at 5:30. And I had to run for my train or bus. ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി, ടയർഡായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അയ്യോ പ്രാർത്ഥിച്ചില്ല, അയ്യോ ബൈബിൾ വായിച്ചില്ല, ഓ കർത്താവേ സ്തോത്രം, ഓ സമാധാനമായി, രണ്ടും തീർന്നു. So this is what the Lord does. And the Lord does another thing that's more sinister. ഒരു കുറച്ചുകൂടെ സൂത്രം കൂടെ ലോ ഒപ്പിക്കും, നിയമം. എന്തെന്നറിയോ? ഈ ദശാംശം പോലെയാ. 10 രൂപ കിട്ടി 1 രൂപ ദൈവത്തിന് കൊടുത്ത 9 രൂപ നമ്മുടെയാ. 100 രൂപ കിട്ടി 10 രൂപ ദൈവത്തിന് കൊടുത്താൽ 90 രൂപ നമ്മുടെയാ. If you get 100 rupee, you give 10 rupee to God and 90 rupee belongs to you. Just like that, 24 hours, you give 1 hour to God and 23 remains for us. So the problem is your prayer becomes a compartment. ഈ 23 hours നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ബർഡൻ ഇല്ല. You don't know burden to pray the next 23 hours because you feel already complete by the morning devotion that you made. Did you understand that? So once you make that small devotion in the morning, your thirst is removed and you are no more thirsting for the Bible. How many of you understood what I am saying? So the true sanctification means, suppose your life is like a 24-hour bogie, 24 bogie train, 1 bogie 1 hour, okay? And you allow God in the morning 1 hour bogie, and if you get time, you allow 1 more hour in the evening, and the remaining 22 hours belongs exclusively to you, and there God has to do nothing. Only he needs to come and help you because you gave him 2 bogies. 2 ബോഗി കർത്താവിന് കൊടുത്തത് കൊണ്ട് അല്ലേ, ആ 2 ബോഗി കർത്താവിന് കൊടുത്ത ബാക്കി 22 ബോഗി എന്റെയാണ്. ഞാനതിൽ പലതും ചെയ്യും. രാവിലെ പ്രാർത്ഥിച്ചല്ലോ, I prayed in the morning, right? So did you pray today? Yeah, I prayed today. This is what the Lord does. A relationship is not like that. In a relationship, you never get satisfied sitting with a person who loves you the most. You again and again, every free time, every second, you run back to the Lord. Do you understand? So always we start with a timetable and abandon the timetable only when you are very comfortable every time you are praying and in a relationship, and then you can slowly move about away from the timetable. നിങ്ങൾ പെട്ടെന്ന് ടൈം ടേബിൾ എടുത്ത് കളയരുത്. ആദ്യം നിങ്ങൾ ഉറപ്പിക്കണം, ഈ പ്രെയർ ലൈഫ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ബോഗിയിലോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പിച്ചിട്ടേ ഇതേ തൊടാവൂ, അല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥ. Do you understand? So true sanctification means Christ is available to us every moment, and the life of Christ is available to us every moment of our life, and we are on the cross every moment of our life, and we are ready to be on the cross. നമ്മൾ
ഓരോ സെക്കൻഡിലും യേശുവിന്റെ ജീവൻ നമുക്ക് അവൈലബിൾ ആകുന്ന, അത് കാണാൻ പറ്റുന്ന, അവന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ സാങ്ക്ടിഫൈഡ് സ്റ്റേജ് ഓഫ് ലൈഫ് ലിവിംഗ് എന്ന് പറയുന്നത്. അത് പതുക്കെ 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 നമ്മൾ അങ്ങോട്ട് വളരെയുള്ളൂ. ഒരു ഫുൾനെസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിന്റെ അടുത്തോട്ട് പോവുകയും ചെയ്യും. Before that gets completed, we will finish our race here. So the growth in sanctification is every second of our lives get filled with Christ. Read Ephesians chapter 3 verse 17. ക്രിസ്തു വിശ്വാസത്താൽ, so that Christ may dwell in your hearts through faith. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് പാസ്റ്റർ ജോഷിയുടെ വീട്ടിലാണ്. ഉള്ള സത്യം പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലെ കിച്ചണിൽ കയറിയിട്ടില്ല, വേറെ റൂമിലും കയറിയിട്ടില്ല. They gave me one room and I've been confined to that room. Okay, you know why? I did not enter every room. I entered only that one room and the place allotted to me, and I walked only through the access routes, one to the bathroom and one to the outer door. Did not go anywhere. You understand why? Because I am a guest. And there's one more brother staying there, and he's more familiar with that house. He travels everywhere, right? Like that, when Christ becomes a guest in our life, we allow him only in one particular room, and other rooms we don't have Christ. You understand? And when Christ starts dwelling there, suppose I stay there for 1 more week, 2 more weeks, 1 more month in that house, I will enter into all rooms, right? Do you agree with that? Do you agree with that? So slowly Christ would come into every second of our life, not just 1 hour morning. Every second of our life, in decision making process, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിലേക്കും കർത്താവ് ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. That's our target. That's our target. When I'm speaking to my friend, Christ starts speaking to him. Not me. I am crucified. That brokenness. Oh Lord, I am unworthy. I cannot. You please. So that's sanctification. Christ dwelling in us. So fellowship brings us sanctification. More and more of Christ's presence. And even verse 17 of Ephesians speaks about fellowship. Ephesians 3:17 ഫെലോഷിപ്പിനെ കുറിച്ചാണ്, കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് യു മേ ബി റൂട്ടഡ് ഇൻ ലവ്. ആ വാക്യം ഒന്ന് വായിക്കാം. ഗ്രൗണ്ടഡ് ഇൻ ലവ്, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. അടിസ്ഥാനപ്പെട്ടവരായി. What is breadth and length and height and depth? How should you know that breadth and all? Comprehend with all the saints who were called by the same hope. അതായത് ഒരേ വിളിയുള്ള, ഒരേ പ്രത്യാശയുള്ള സഹോദരങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വേണം പഠിക്കാൻ. എന്ത് പഠിക്കണം? സ്നേഹം പഠിക്കണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, I will tell you an example also. ഒരു സഹോദരൻ നമ്മുടെ ചർച്ചിലുണ്ടെന്ന് വിചാരിച്ചു. സപ്പോസ് there is a brother in our church, unlovable, കേട്ടോ, so arrogant, disrespectful of everyone, ആരെയും ബഹുമാനിക്കാത്ത, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാൾ ഈ ചർച്ചിലുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയ ആളെ. Did you imagine that man or a woman? Did you imagine a man or a woman in the church whom you do not like? Okay. And then think, oh Lord, how did God, Jesus love him? He's so unlovable. Then Jesus would ask you, go try loving him, then you will understand how I loved him. And then when you start loving that person, you will understand, oh, this much breadth of love, my God. And then you will feel comfortable with that person, because Christ loved him. Why can't I? And then another saint will come, വേറൊരുത്തം വരും, more complicated, and then you will understand, oh my God, what height of love.
And then another person will come and you will say, oh, what length of love, length, height and breadth. Now then you will slowly start looking into the mirror and you will find out, oh my Lord, what depths of love. So we learn the dimensions of love with all the saints that God brings together in the church. എത്രവർക്ക് സന്തോഷമുണ്ട്? മനസ്സിലായോ? നമ്മൾ എങ്ങനെ ഈ സ്നേഹത്തിൽ വേരൂന്നിട്ട് ഈ സ്നേഹത്തിന്റെ എക്സ്റ്റൻഷൻസ് പഠിക്കുന്നത്? അവൻ ശരിയല്ല, അവന്റെ കൂടെ ഒന്നും വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. You go out. This is not a place for you. This is a place for sinners being sanctified by grace. And the sinners are treated into sanctification. ഏറ്റവും കഠിനമായ രോഗമുള്ളവനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ചർച്ചാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ചർച്ച്. Suppose he's absolutely horrible, Jesus has sent him to you because he trusts that you would love him and change him. ഒരു മഹാദുരിതം പിടിച്ചൊരുത്തൻ നിങ്ങളുടെ ചർച്ച വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, ദൈവം അവനെ നിങ്ങളുടെ അടുത്ത് വിട്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുക. In that fellowship, if that fellowship is of one hope, definitely that fellowship will reform him. നിങ്ങൾക്ക് ഒരു ഹോപ്പ് അല്ലെങ്കിൽ there is no fellowship actually. ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ലക്ഷ്യമല്ലെങ്കിൽ there is no fellowship. So if you don't have the same hope, that fellowship is not meaningful. നിങ്ങൾക്ക് ഒരേ പ്രത്യാശ അല്ലെങ്കിൽ അത് ഒട്ടും മീനിങ്ഫുൾ അല്ല, അത് അർത്ഥവത്തല്ല. ആ ഫെലോഷിപ്പ് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, എനിവേ, ലെറ്റ്സ് ഗോ ഫർദർ. I was talking to you about fellowship, and now let's come to prayer. I don't have time to explain everything, but just outlining the parameters, just the parameters. ഇനി അടുത്തത് സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. One important thing is prayer. How many times should you pray a day? How many times should you pray a day? ഒരു ദിവസം എത്ര ദിവസം പ്രാർത്ഥിക്കും? എത്ര നേരം പ്രാർത്ഥിക്കണം? ഈ മുസ്ലിംസ് യൂഷ്വലി ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ടു us. You don't seem to have any law. നിങ്ങൾക്ക് ഒരു നിയമവും ഇല്ല. ബൈബിളിൽ ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല. ബൈബിൾ ഡസ് നോട്ട് സേ ഹൗ ലോങ് യു ഷുഡ് പ്രേ, ഹൗ ഓഫൻ യു ഷുഡ് പ്രേ പറയുന്നില്ല. വിച്ച് വേഴ്സസ് യു ഷുഡ് പ്രേ പറയുന്നില്ല. ഞായറാഴ്ച സർവീസ് വാട്ട് യു ഷുഡ് ഡു പറയുന്നില്ല. മാരേജ്, ഹൗ ടു കണ്ടക്ട് എ മാരേജ് പറയുന്നില്ല. കല്യാണം എങ്ങനെ നടത്തണം പറയുന്നില്ല. ബൈബിൾ ഡസ് നോട്ട് സേ എനിത്തിങ്. വാട്ട് യു ഷുഡ് ഈറ്റ്, ബൈബിൾ ഡസ് നോട്ട് സേ എനിത്തിങ്. വാട്ട് യു ഷുഡ് വെയർ, ബൈബിൾ ഡസ് നോട്ട് സേ എനിത്തിങ്. വെയർ പ്രോപ്പർ ഡ്രസ്. And one brother told like this, there's only one rule that you should obey while you are dressing in the morning. You look into the mirror. Suppose a girl is dressing up in the morning, looking into the mirror, she should think only one thing. Oh Lord, so many brothers are there in the church, they already have so many problems, but by my dressing I should not add one more problem to them. Think like that and praise God and dress properly. No specific this dress or that dress. Do you understand what I am saying? Okay, so Christianity is such a faith that you are not controlled by law. Everyone should wake up at 5 o'clock. Bible does not say like that. You wake up at 4 o'clock, fine, but the Bible does not say that. No rules. So how often should you pray? There are two types of prayers. One is sitting alone with the Lord and spending time with the Lord. One major problem of our prayer is that we never listen to God. We only speak that way, one way. നമ്മുടെ പ്രോബ്ലം, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വൺ വേ ആ. റേഡിയോ തുറന്നു വെച്ചേക്കുന്ന പോലെ ദൈവത്തോട് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുക, ഒരു സെക്കൻഡ് ശ്വാസം വിടില്ല. ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ അത് തീരുന്ന വരെ ശ്വാസം പോകത്തില്ല. വിഷയം 1, വിഷയം 2, വിഷയം 3, വിഷയം 4, വിഷയം 5 പോയിക്കൊണ്ടിരിക്കും. കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവ്, എടാ ഇതെല്ലാം എന്തിനാ പ്രാർത്ഥിച്ചു? ഞാൻ കേട്ടതാണല്ലോ, പിന്നെ എന്തിനാ? അതൊന്നും എനിക്കറിയത്തില്ല, വീണ്ടും പ്രാർത്ഥിക്കാൻ. ഐ എം പ്രേയിങ് അഗൈൻ, നോ പ്രോബ്ലം. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? 1 second if you listen to it, so many of our prayer points will vanish into thin air.
നമ്മൾ ഒരു നിമിഷം ശ്രദ്ധിച്ചിട്ട് കർത്താവ് ഇത് കേൾക്കുന്നുണ്ടോ കേട്ടോ എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരികയില്ല കാര്യങ്ങൾ, പലതും ഓൾറെഡി കേട്ടതായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ റേഡിയോ, ദ ഡിഫറൻസ് ഓഫ് റേഡിയോ, the uniqueness of radio is that it's a one-way communication. When you go to the Lord, you open the one-way communication and then you keep on speaking to the Lord 1 hour. I prayed for 1 hour. I asked them, how much time did you listen to the Lord? Listen to the Lord. How is that possible? You wait upon a prayer point and ask God, oh Lord, നീ എന്താ പറയുന്നതിനെ കുറിച്ച്? ഈ പ്രാർത്ഥന തന്നെ ശരിയാണോ? പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവ് പറയും, നീ വിട്ടിട്ട് പോടാ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണെന്ന് കർത്താവ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ല, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം വിട്ടുകളാ, ഞാൻ നോക്കിയോളാം, വിട്ടേരെ, അത് വിട്ടേരെ, നീ വേറെ കാര്യങ്ങൾ നോക്ക് പറയുന്നു. ഇങ്ങനെ വല്ലതും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ പറയുന്നുണ്ട് കർത്താവ്. God is telling all these things. So there is a communication coming from that side, from God's side to you. How many of you listen to that when you are praying? So that's why we need closeted prayers where you are alone with the Lord talking to him and you can listen to a lot of things. I have listened to the Lord 2 times audibly as a voice when I was least expecting it. But all other times it has been bubbling of thoughts, spirit communicating to the spirit. So for a Christian who has the Holy Spirit in him, ആത്മാവ് ഉള്ളിലുള്ള ഒരു ക്രിസ്ത്യാനിക്ക്, he never is in short supply of God's words. ദൈവത്തിന്റെ വചനം ഒരിക്കലും അവന് മറഞ്ഞിരിക്കുന്നില്ല, അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കത് കേൾക്കാനുള്ളൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ ടു ലിസൺ ടു ദ ലോർഡ്. ഇനി മേലെ പ്രാർത്ഥിക്കുമ്പോൾ ഡോണ്ട് റഷ് ത്രൂ തിങ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോർമാലിറ്റി ഓഫ് എ പ്രെയർ. പ്രാർത്ഥിച്ച് തീർക്കുന്ന ഒരു ഫോർമാലിറ്റി, 15 മിനിറ്റ് പ്രാർത്ഥിച്ചു, അരമണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ള ആ സുഖം അങ്ങ് വിട്ടിട്ട് just pray, meditate on each verse and ask God, oh Lord, what's your will? What do you want to speak to me? You tell me when we meet again. There will be so many miracles that you will narrate to me. Because our God is such a loving Father. He always wants to talk to his children. Every child. അവൻ അത്ര സ്നേഹമുള്ള അപ്പൻ എപ്പോഴും മക്കളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, when you come from a long distance, suppose I'm in hostel, I'm studying, and hostel പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. After some days I go to my home, maybe some months, നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഞാൻ വീട്ടിലിരുന്ന് അപ്പൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയാണ്, അപ്പാ എനിക്ക് പെൻസിൽ വേണം, സ്ലേറ്റ് വേണം, ബാഗ് വേണം, സ്കൂൾ വേണം, എൻ്റെ പിള്ളേർ അങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് നല്ലൊരു ഷർട്ട് വേണം, നല്ലൊരു പാൻറ് വേണം, എനിക്ക് ആവശ്യങ്ങൾ അങ്ങനെ പറയാൻ ഓർമ്മ വരുന്നില്ല. I want this, I want a new dress, I want a new scale, I want a new pen, I want this and I want that, you need to come to my school. Amen. And I go out. First say, stop. I don't hear that. I go away. This is my relationship with the Father. How ugly it looks. And Father is waiting. Why don't you stop for a moment, child? Let me talk to you. Why? No time. Pray. Go. This is the one-way communication. That's a horrible communication actually. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ജെനുവിനായിട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കാനിരുന്നാൽ പ്രാർത്ഥന കുറഞ്ഞു വരും. അങ്ങോട്ട് പറയുന്ന കുറഞ്ഞു വരും, ഇങ്ങോട്ട് കേൾക്കുന്ന കൂടി വരും. അങ്ങോട്ടൊന്നും പറയാനുണ്ടാവില്ല കുറെ കഴിയുമ്പം. God will silence you with his love. Zephaniah 3:17. മലയാളത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. അവന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് ദ റിയൽ ട്രാൻസ്ലേഷൻ ഈസ് God will silence you with his love. നമ്മുടെ ഈ വെപ്രാളം കർത്താവ് അവന്റെ സ്നേഹത്താൽ ഇല്ലാതാക്കുമെന്ന്. അവന്റെ സ്നേഹത്തിന്റെ പ്രസൻസ്, that's a mystic experience of God coming near me and talking to me, and I am so happy I lose all my words and I just listen to that beauty of his expositions. അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പറയാനില്ലാതെ പോവുക, കർത്താവ് പറയുന്നത് ഇങ്ങോട്ട് കേട്ടിട്ട് അതിനകത്ത് ആനന്ദിക്കുക എന്ന് പറയുന്നത്. Is that possible for a son or a daughter? It is possible for a daughter or a son. നിങ്ങൾ അതാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. കർത്താവെ, നിന്റെ അടുത്ത് ചുമ്മാ വന്നിരുന്ന് ആ സന്തോഷം അങ്ങ് അനുഭവിച്ച് നീ പറയുന്ന എല്ലാം ഇങ്ങനെ അകത്തേക്ക് സോക്കിൻ ചെയ്ത്, അപ്പോൾ എൻ്റെ ഐ വിൽ ബി സൈലൻസ്ഡ് ബൈ ഗോഡ്സ് ലവ്.
ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒത്തിരി പരാതികളുമായിട്ട് അപ്പൻ്റെ അടുത്ത് റോഡ് ചെല്ലുമ്പോൾ അപ്പം കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് മോനെ എന്താടാ വിശേഷം എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് പറയാനില്ല. You have nothing to say. You need to experience that type of a love, a mystic relationship with the Lord, when the Lord is so close to you and He loves you and He's inside you. That's why we should be fearful and trembling in His presence. ഇപ്പൊ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. That's another thing. There are certain prayers that God taught us. Certain prayers. One, Jesus directly taught one prayer. യേശു ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അതുപോലെ we have so many examples in the New Testament where the apostles taught us how to pray. ഞാനത് മെഡിറ്റേറ്റിംഗ് രീതിയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, how to pray meditatively, how to pray while listening to God. Let's come to an example. I will demonstrate to you how to do it practically. See, Matthew chapter 6, you have a prayer there. See how God talks to us, talks to me. I will tell you an example. This is an illustration. Our Father in heaven, hallowed be your name. This is my prayer. കർത്താവേ, സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമത്തെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ നാമം മഹത്വപ്പെടണമേ. യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാണ് പ്രാർത്ഥനയുടെ. അപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ പറയുക, കർത്താവേ നിന്റെ നാമം ഉയർത്തപ്പെടണം. അതെങ്ങനെ ഉയർത്തപ്പെടണം? ഞാൻ നിന്റെ മകനായി ജീവിക്കുമ്പോൾ, when I live like your son, like Jesus Christ, you will have so many sons and daughters in this earth, and your name will be glorified by people all over. Oh, what a great God, what great children. So I want to live like your son, so that your name is glorified. അടുത്ത വാക്യം നോക്കിയേ, യുവർ കിങ്ഡം കം. ദൈവമേ നിന്റെ രാജ്യം വരണമേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിനകത്തൊരു ഞരക്കമുണ്ട്, ഒരു ഇന്നർ ഗ്രോണിംഗ് ഉണ്ട്. ലോർഡ്, മൈ കിങ്ഡം പെരിഷ്. അതാ പറയുന്നത് ദൈവത്തോട്. ദൈവമേ നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ടു കിങ്സ് കനോട്ട് കോ എക്സിസ്റ്റ്. എന്റെ അകത്തോടുള്ള റിപ്പൻഡൻസിന്റെ കരച്ചിൽ എന്താണെന്നറിയോ? കർത്താവേ, മൈ കിങ്ഡം ഈസ് ഇൻ സച്ച് എ മെസ് ആൻഡ് ദാറ്റ്സ് ടേക്കിംഗ് മീ ടു ഹെൽ. കർത്താവേ, എന്റെ രാജ്യം ഒരു മെസ്സാണ്, ഒരു വൃത്തികെട്ട, എല്ലാം നശിച്ചു കിടക്കുന്ന, ഓർഡർ ഇല്ലാത്ത ഒരു രാജ്യമാണ്. അതെന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവാ. ത്രോ ഇറ്റ് അവേ ആൻഡ് എസ്റ്റാബ്ലിഷ് യുവർ കിങ്ഡം ഓവർ മീ. യു ബി മൈ കിങ്. യുവർ കിങ്ഡം കം ടു മീ ആൻഡ് കം ടു ദിസ് വേൾഡ്. അപ്പൊ നമ്മൾ ശരിക്കും നിന്റെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ, കർത്താവെ എന്റെ രാജ്യം പോട്ടെ. അപ്പൊ ആരെങ്കിലും വന്ന് പറയാണ് എന്നോട്, ഞാൻ എന്റെ രാജ്യം ഉണ്ടാക്കിയെന്ന് എങ്ങനെ അറിയാം? ഡു യു നോ ഹൗ ഐ ഹാവ് ബിൽറ്റ് മൈ കിങ്ഡം? I built my kingdom through reputation, through glorious things like money, education, a worldly glory. I have built a kingdom around me. And people would say, Chase is a great person, he's very smart. And I have made my kingdom in that smartness. And I pray to the Lord, oh Lord, I don't want this kingdom. I want a kingdom where you are the king and I am just a subject in obedience to you. Then God will allow my kingdom of smartness to be destroyed. Then I will cry, no, my kingdom, where is it? If you again pray, my kingdom perish. There are many songs in English which prays for a perishing of the kingdom. There is a Malayalam translation also of that song. I'm not singing that song now because that will also take much of my time. And when you pray, oh, your kingdom come, there's another prayer inwardly. So that's how meditate. When you meditate, you are asking God, oh Lord, you use every opportunity to thrash my kingdom. Then my wife will come and say, hey, you are not preaching what you practice at home. I said, why did you say like that? What's my error? Don't say like that. She's destroying your kingdom. Allow it. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മലയാളത്തിൽ ഒന്നുകൂടെ പറയാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിന്റെ രാജ്യം വരണേ, അപ്പൊ എന്റെ രാജ്യം പോണേ.
അതാകെ വൃത്തികെട്ടൊരു രാജ്യമാണ്. അതുകൊണ്ട് ഞാൻ നശിച്ചു പോകത്തുള്ളൂ. കർത്താവ് എന്റെ രാജ്യം പോട്ടെ, നീ രാജാവായിരുന്നോട്ടെ. അപ്പൊ ഞാൻ എന്റെ രാജ്യത്തെ ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ മഹത്വം, പണം, വിദ്യാഭ്യാസം, സ്മാർട്ട്നെസ് ഇതെല്ലാം വെച്ച് ഉണ്ടാക്കിക്കുന്ന രാജ്യം എനിക്കുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചേക്കുന്ന എന്റെ രാജ്യം പോട്ടെ, നിന്റെ രാജ്യം വരണമേ. അപ്പൊ ഭാര്യ പെട്ടെന്ന് വന്ന് പറയാന്ന് വെച്ചോ എന്നോട്, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന വല്ലതും ആണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചു. പറഞ്ഞു, എന്താ ഞാൻ ജീവിക്കുന്നതിന്റെ കുഴപ്പം? ഞാൻ എവിടെ പ്രസംഗിച്ചാലും ജീവിക്കാഞ്ഞത് എന്ന് ചോദിക്കണ്ട. കാരണം ഇപ്പൊ ഭാര്യ വന്നിരിക്കുന്നത് എന്റെ ഈ രാജ്യം തകർക്കാൻ വേണ്ടിയാ. തകർന്നോട്ടെ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇപ്പൊ പ്രേയറിന്റെ ആ മെഡിറ്റേഷൻ കൊണ്ടുപോകുന്ന ആ പവർ, അത് ഡീപ്പായിട്ട് ആ വചനത്തിലോട്ട് നമ്മൾ ഇറങ്ങും തോറും our kingdom breaks and God's power manifested. അപ്പൊ ആ ഭാര്യയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം തുറന്നു, ലെറ്റ് മീ ടെൽ യു ഓപ്പൺലി, ഞാൻ ഈ പറയുന്ന അബ്സല്യൂട്ട് കാര്യങ്ങളൊന്നും ഒരു മനുഷ്യന്റെ സ്വന്തമല്ല. ഞാൻ അനുസരിച്ചിട്ടാ പറയാൻ പറ്റില്ല. ഐ കനോട്ട് ടെൽ യു ദാറ്റ് ഐ ഒബേഡ് ആൻഡ് ഐ എം preaching to you whatever I have obeyed. No, I am preaching to you an absoluteness that we are all running towards that absoluteness. We are all in different stages of running. അപ്പോൾ ഒരാൾ പറഞ്ഞ സംഗതി ശരിയാ. ഐ എം നോട്ട് preaching what I പ്രാക്ടീസ് അല്ല, അത് ഫെയ്ത്ത് ആണ്. ദാറ്റ്സ് ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ ഇഫ് someone comes out and destroys your kingdom, praise God for that, because that has been what you are praying for. നിങ്ങൾ അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? So the meditation becomes very powerful when you understand that your kingdom is thwarted and you are dethroned from that chair. You need to be happy. അപ്പൊ കർത്താവ് എന്നോട് പറയാ, നീ വിഷമിക്കണ്ട, മൈ കിങ്ഡം ഈസ് മച്ച് മോർ ഗ്ലോറിയസ് ദാൻ യുവർ കിങ്ഡം. ഡോണ്ട് വറി അബൌട്ട് ലൂസിങ് യുവർ ഫെയിം, റെപ്യൂട്ടേഷൻ, മിനിസ്ട്രി, where you are the king. Let every fond ambition perish. എല്ലാ ഭംഗിയുള്ള ആഗ്രഹങ്ങളും നശിച്ചു പോകട്ടെ along with that kingdom. Can you pray like that? See, one verse of prayer, when you are in the presence of God with trembling and fear, ഭയത്തോടെയും വിറയലോടെയും കൂടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, that goes so deep. Are you getting me? അടുത്ത നോക്കി കണ്ടോ, അത് ഓരോ പ്രയറുകളും അങ്ങനെയാണ്. ഇഫ് യു meditate and pray, it becomes so deep and God starts speaking to you so much. ഇത്രയും പറഞ്ഞപ്പം ദൈവം നിങ്ങളോട് എന്തൊക്കെ സംസാരിച്ചോ? ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് സംസാരിച്ചു. രാജ്യങ്ങൾ തകർന്നു പോകുന്നു. കിങ്ഡം, അവർ ഓൺ പേഴ്സണൽ കിങ്ഡംസ് ആർ പെരിഷിങ്. ഒരു ടീച്ചർ ഒരു കുട്ടിയെ വഴക്ക് പറയുന്നു, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ കിങ്ഡം തകരട്ടെ എന്ന് വിചാരിച്ചാൽ, നോ പ്രോബ്ലം ഫോർ ഹിം. Let my kingdom perish. അടുത്ത വാക്യം പറയുന്നത്, your will be done on earth as it is in heaven. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും. അപ്പം സ്വർഗത്തിൽ കർത്താവിന്റെ ഹിതം എങ്ങനെ നടക്കുന്നറിയോ? ഒരു ദൂതനോട് ഇവിടെ വാ എന്ന് പറഞ്ഞാൽ വരും, പോ എന്ന് പറഞ്ഞാൽ പോവും. അത്ര സ്പീഡിലാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഹിതം നടക്കുന്നത്. It happens so fast there. Ready obedience in heaven. And I am praying to the Lord, oh Lord, let there be a ready obedience in me. ഒരു ദൂതൻ അനുസരിക്കുന്ന സ്പീഡിൽ നീ എന്ത് പറഞ്ഞാലും ഓടി നടന്ന് ചെയ്യാനുള്ള ആ തിടുക്കം എൻ്റെ ഉള്ളിലേക്ക് തരണം. അപ്പൊ അതിനകത്തൊരു കൗണ്ടർ പ്രയർ ഉണ്ട്, ഒരു ഞരക്കമുണ്ട്. എന്താ ഞരക്കം എന്ന് പറയാം നിങ്ങൾക്ക്? കർത്താവേ, യുവർ വിൽ ബി ഡൺ എന്ന് പറയുമ്പം അതിനകത്തൊരു ഞരക്കം എന്താ? മൈ വിൽ ഷാൽ നോട്ട് ബി ഡൺ, however beautiful it may look like, however appealing it is. എത്ര മനോഹരമായിട്ട് തോന്നിയാലും എന്റെ ഇഷ്ടം നടക്കരുതേ. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് നമ്മൾ ശരിക്കും ബ്രോക്കൺ ആവുമോ? നമ്മൾ ശരിക്കും വിശദീകരിക്കപ്പെടുവോ? പറ. ഇഫ് യു മെഡിറ്റേറ്റ് ലൈക്ക് ദിസ്, വിൽ യു ബി സാങ്ക്ടിഫൈഡ്? ഡെഫിനറ്റ്ലി. You don't agree with me, seem to agree with me, you are not even nodding. All right. So that's one prayer. And here I am praying, ദൈവമേ നിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്റെ ഇഷ്ടം നടക്കരുത്. അപ്പൊ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കല്ലേ എന്നാ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? Why do we pray? Why do we normally pray for? എന്റെ ഇഷ്ടമെല്ലാം നടക്കണേ. എന്തിനാ ശരിക്കും പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട് കർത്താവേ, അതൊന്നും നടക്കല്ലേ.
ഓ, ഇത് ഇങ്ങനെ പ്രസംഗിച്ചാൽ ഏതായാലും ഇയാൾ ഇന്ന് പോകുന്നതുകൊണ്ട് നന്നായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്ന് റിലാക്സ് ചെയ്യാൻ. പാസ്റ്റർ വിടുകയല്ല, ഇനി പിടിച്ചോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോളൂ. അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ അത് ഫെലോഷിപ്പ്. അതാണ് ഫെലോഷിപ്പിന്റെ ഗുണം. ഫെലോഷിപ്പിൽ ഹു ഹാസ് മോർ ഹോപ്പ് ഷുഡ് നറിഷ് അനദർ ബ്രദർ ഹു ഈസ് വീക്കർ ഇൻ ഫെയ്ത്ത് ടു റിസീവ് ദ സെയിം ലെവൽ ഓഫ് ഹോപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദ മെസ്സേജസ് ദാറ്റ് യു ഹിയർ nowadays through television and all, they don't represent the Bible correctly, right? They give you another picture about prayer. In modern times, prayer means twisting the arm of the Lord and telling him, give me, I will not leave you if you don't give me. This is prayer nowadays. That's called twisting the arm of the Lord and holding the Lord like this and saying, if you don't give me this, I am not going to eat anything for 40 days. Then being a good father, he will say, okay, you eat something, don't die, I will give you what you want. God answered my prayers. This is spirituality now, and we will never be sanctified. We will get this and that, but will not be sanctified. And I will tell you one more example from my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇടയ്ക്ക് മലയാളം പറയാൻ വിട്ടുപോയി. ഒരു ഉദാഹരണം പറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഞാൻ when I purchased a car, when I got a car, purchase എന്ന് പറയുന്നേക്കാൾ നല്ല got a car എന്ന് പറയുന്നതായിരിക്കും. എനിക്ക് കാർ കിട്ടുമ്പോൾ I had 65 rupees in my account, bank account. Not 65,000 or 65 lakhs, just pure 65 rupees. Or 68, I think. 68 രൂപ ഉള്ള ബാങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള എൻ്റെ കയ്യിൽ ഒരു 5 രൂപ പോലും ഇല്ലാത്ത സമയത്താണ് എനിക്ക് കാർ കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു 35 രൂപയും കൂടെ ആരെങ്കിലും കൊണ്ട് ഇടുമായിരുന്നെങ്കിൽ ആ ബാങ്കിൽ 100 രൂപയായിട്ട് ഇങ്ങ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. Suppose someone puts 35 rupees more into that account, I could withdraw 100 rupees from the ATM. That was what I was thinking. And at that time, I got a car as a gift. That story I don't want to tell. But when I called one sister who is related to me, my sister, I told her I got a car, a new car. And 3 or 4 brothers put money together to purchase me a car. Then this sister told me, ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വേർത്ത് കുളിച്ച് ട്രെയിനിലും കയറി ബസ്സിലും കയറി കഷ്ടപ്പെട്ട്, when you go by train and bus, sweating all over and tired, and preach the cross of Christ, people listen to it aptly and say, oh Lord, great. Will you get the same effect when you go by a car and get down from a car in style and preach about the cross? മനസ്സിലായോ ചോദ്യം എന്താന്ന്? മനസ്സിലായോ? നിങ്ങള് വേർത്ത് കുളിച്ച് ടയേർഡായി മടുത്ത് പോയി ഒരു ചർച്ചിൽ പോയി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് ഒരു AC കാറിൽ പോയി ഇറങ്ങി പോയി ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവുമോ? ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരു ഭയം ഇവർ പറഞ്ഞു. I was terrified. I asked the Lord, കർത്താവേ, എപ്പോഴെങ്കിലും ഞാനൊരു കാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പൊ നീ വിചാരിച്ചോ, ഇവൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് ഇവൻ ഈ കാറിന് വേണ്ടിയാണല്ലോ പിടിക്കുന്നത്, എന്തായാലും പോട്ടെ കൊടുത്തേക്കാം എന്നും പറഞ്ഞ് തന്നതെങ്ങാനും ആണോ? അതോ ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ ഇത് അവൻ ആവശ്യമാണല്ലോ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നിന്റെ ഇഷ്ടപ്രകാരം തന്നതാണോ? ഇതിലേതാണിത്? ഞാനിത് ഉപയോഗിക്കാൻ പറ്റുമോ? That was my question. I asked God, oh Lord, is it because I ever prayed to you that I want a car? Or is it your perfect will? I did not pray. You decided, okay, let him have a car to move around. Which is better? Which is better? ഏതാ നല്ലത്? ഞാൻ പ്രാർത്ഥിക്കാതെ ഇരുന്നപ്പം ദൈവം ഇരിക്കട്ടെ നിനക്കെന്ന് പറഞ്ഞു തരുന്നതല്ലേ നല്ലത്? ആ പ്രാർത്ഥിച്ച് മേടിച്ചത് ആയിരുന്നെങ്കിലോ? അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടല്ലേ? നമ്മൾ ഈ മെറ്റീരിയൽ തിങ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് മേടിക്കുമ്പം നമ്മൾ വിചാരിക്കും ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. പക്ഷെ അതിനകത്ത്
ഒരു ഹിഡൻ ലോസ് ഓഫ് ടെസ്റ്റിമണി ഉണ്ട്. അതുകൊണ്ടാണ് ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നടക്കരുത്, നിന്റെ ഇഷ്ടമേ നടക്കാവൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഐ പ്രേ ടു ദ ലോർഡ്, ഓ ലോർഡ്, ഐ ഡിഡ് നോട്ട് ആസ്ക് യു ഫോർ എ കാർ. ഓ ലോർഡ്, ഇഫ് ഇറ്റ്സ് നോട്ട് യുവർ വിൽ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ദെൻ ഐ വാസ് കംഫർട്ടഡ്. യു ഡിഡ് നോട്ട് ആസ്ക്, ഐ ഗേവ് യു. പക്ഷെ അതിനകത്ത് വേറൊരു കുഴപ്പമുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് അറിയുന്നത്. എൻ്റെ ഭാര്യയോട് ഞാൻ ഈ സംഭവം പറഞ്ഞപ്പം ഭാര്യ പറയുക, അത് 2 ആഴ്ചയായിട്ട് ഞങ്ങള് ചർച്ചിലൊരു സഹോദരി ഞങ്ങളുടെ ഇതേ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. So that spoiled the plan. But still, what I wanted to tell you is, if God is your father, you don't need to be worried about anything. And നമ്മൾ ഈ മെഡിറ്റേഷനിലോട്ട് പോകുന്തോറും we understand further and further that God is in control and He's the king, and when He's the king, His will shall be done and nothing more than that. And why my will should perish? എൻ്റെ will എന്തുകൊണ്ട് നടക്കരുത്? എൻ്റെ ഇഷ്ടം എന്തുകൊണ്ട് നടക്കരുത്? ആർക്ക് പറയാം? കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ട് ആരെങ്കിലും പറയും എൻ്റെ ഇഷ്ടം നടന്നാലുള്ള കുഴപ്പം എന്താ? പറ. എൻ്റെ ഇഷ്ടം നടന്നാൽ ഞാൻ ആരായി പോവും? Who will I become? I will become an Ambani. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ അംബാനി ആക്കല്ലേ, എന്നെ യേശുവിനെ പോലെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിതാവ് പറയാം എൻ്റെ ഇഷ്ടം നടക്കും. ശരി, നിന്റെ ഇഷ്ടം, എനിക്ക് യേശുവിനെ പോലെ ആയാൽ മതി. അപ്പൊ പ്രത്യാശ യേശുവിനെ പോലെ ആകണമെന്നാണെങ്കിൽ, സപ്പോസ് മൈ ഹോപ്പ് ഈസ് ദാറ്റ് ഐ ഷുഡ് ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, ഗോഡ്സ് വിൽ ഷാൽ ബി ഡൺ. കാരണം ഇഫ് മൈ അംബിഷൻ ഈസ് ടു ബിക്കം ലൈക്ക് അംബാനി, മൈ വിൽ ഷാൽ ബി ഡൺ. ഹൂ ഇസ് യുവർ ഗോഡ്? Christ. Christ is your God and Lord. Okay, if you want to become like your Lord, Father's will shall be done, right? കാരണം യേശു എങ്ങനെ അങ്ങനെ ആയത്? Father's will. ഞാൻ എങ്ങനെ അങ്ങനെ ആകാൻ പോകുന്നത്? Father's will. How was Jesus sanctified? Father's will. He obeyed the Father's will. How am I going to be sanctified? ഞാൻ എങ്ങനെ വിശദീകരിക്കപ്പെടാൻ പോകുന്നത്? Father's will. അതുകൊണ്ട് എൻ്റെ കരച്ചില, നിലവിളിയാ, കർത്താവ് എനിക്ക് അംബാനിയെ പോലെ ആകണ്ട, എനിക്ക് യേശുവിനെ പോലെ ആയാൽ മതി. ദാറ്റ്സ് എ ക്രൈ. പ്രാർത്ഥിച്ച് എങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ ജഡമുണ്ടല്ലോ, ഈ ശരീരം പറയാം അങ്ങനെ പ്രാർത്ഥിച്ച് ഒന്നും ഇല്ലാത്ത നടക്കേണ്ടി വരും. യേശു നടന്ന പോലെ കുറച്ച് വല്ലതൊക്കെ തരാൻ പറ. When once my father told me, you are always saying Jesus cross, Jesus cross. There are so many verses in the Old Testament. Why are you not preaching on all those things? And then he asked me one more thing. Jesus did not have property. Jesus did not have anything. And then Jesus did not have a family. He did not marry. You don't want anything and then you married and you had one son and you adopted more children and now you say you don't want money. How is it practical? I told him, Jesus married and I am part of that bride. And he provides for me in the most beautiful way. So he's my example. In every family, the provision is run by God himself. Do you understand? So Christian faith is not practical. Don't think it's a practical life. It's faith life. Do you understand the difference? You say, you look at your body, you look at your intelligence, നിങ്ങളുടെ കഴിവുകളെ നോക്ക്, your ability. It's not possible. Christian life is not possible. But then you believe it's possible. Christian life is not practical living, it's faith living. Do you understand? And the faith becomes works. That's what we saw yesterday night. How faith becomes works. There are many prayers in the Bible, and let's look at one more prayer one or two more prayers before we close. And we'll also see worship, how to worship. Okay. Ephesians chapter 3 verse 17, 3 verse 16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, that means okay, here it's speaking about that inner man. Okay, verse 16, that according to the riches of his glory he may grant you to be strengthened with power
through His Spirit in your inner being. So there's an outer being and an inner being. How does your outer being get powerful? How do your outer being gets glorious? Outer being, that education, money, all those resources, right? So most of our prayers, നമ്മുടെ പ്രാർത്ഥനകൾ മിക്കതും is to feed the outer man, right? നിങ്ങൾ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് നോക്കാവോ ഇന്ന്? ഡയറി. നിങ്ങൾ അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനകൾ all catering to the outer body. അവരുടെ രോഗം സൗഖ്യമാക്കണം. ഔട്ടർ ബോഡി ഓർ ഇന്നർ ബോഡി? ഔട്ടർ ബോഡി. പിള്ളേരെ നല്ല വിദ്യാഭ്യാസം, ഔട്ടർ ബോഡി ഓർ ഇന്നർ ബോഡി? ഇന്നർ സ്ട്രെങ്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അവരുടെ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ്, ആ പ്രതിസന്ധി അതിജീവിക്കാൻ, ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരെ മാറ്റി കളയരുത് അവിടെ നിന്ന്. ഡോണ്ട് റിമൂവ് ദ പീപ്പിൾ ഹു ആർ ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്, ബട്ട് സ്ട്രെങ്തൻ ദാറ്റ് ഡോട്ടർ ടു ബിക്കം സ്ട്രോങ് ഇൻ ദ ലോർഡ്. ദാറ്റ്സ് ഇന്നർ മാൻ. കർത്താവ് എന്റെ പ്രതിസന്ധികളെ നിന്നെ രക്ഷിക്കുകയല്ല, ദൈവം ഈ പ്രതിസന്ധിയുടെ നടുവിൽ make me strong to behave like you. That's the prayer. So we are always praying in spirit concerning the inner man. അതെപ്പോഴും ആ പ്രാർത്ഥനയുണ്ട്. That's not in the morning and evening. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് മെഡിറ്റേഷൻസിനെ കുറിച്ചാണ്. അതായത് പ്രൈവറ്റ് ടൈം വിത്ത് ദ ലോർഡ്, spend time with the Lord, meditate and pray, listen from the Lord. That's the first thing that I told you. And then we will come to another type of prayer, a continuing prayer without limits. That means all the time we keep on praying. Now I am praying, preaching to you, at the same time praying. How? In every sentence I am praying inwardly, oh Lord, reveal it to me what I should tell you. Reveal it to these people through me, oh Lord, what you want to tell through me. So that prayer is going on continuously. Oh Lord, don't allow me to speak anything from my wisdom. കർത്താവ് എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും പറയാൻ ഇടവരത്തല്ലേ, നീ എന്താണോ ഈ ജനത്തോട് പറയാനുള്ളത് അതെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണമേ എന്നുള്ളൊരു ഞരക്കം എൻ്റെ ഉള്ളിൽ എപ്പോഴും കണ്ടിന്യൂസ്ലി ദാറ്റ് ഷുഡ് ബി ദെയർ. വെൻ യു ആർ സ്പീക്കിംഗ് ടു സമ്മൺ, യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ് ഓർ യുവർ ചിൽഡ്രൻ, ആ ഞരക്ക ഉള്ളിൽ എപ്പോഴും ഒരു പ്രാർത്ഥന, കർത്താവേ ഞാനല്ല, നീ ജീവിക്കുവാൻ, നിന്റെ ഇടപെടൽ എന്നിലൂടെ ഉണ്ടാകുവാൻ, ദൈവമേ എന്നെ ക്രൂശിലേക്ക് വിടണമേ. നോ, മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഓൺ ദ ക്രോസ്, ഐ ഡൈഡ്, make me believe it, oh Lord. ആ ഞരക്കം പതുക്കെ as we are sanctified, that prayer becomes a total, prayer takes total possession of you. അതായത് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറയും. Recently I had an advice that, how can you pray for pray every time, completely, continuously? When one brother was answering, you go around a place, you see this car and pray for the people who are sitting inside the car that they may be saved. That's a good idea, right? When you see a building, you pray for the people who made the building, not for the building, but pray for the people who made the building and who are living inside that building. Oh Lord, let the gospel come through those buildings. Is that a good prayer? That's really a good prayer. But that's more of a peripheral prayer. You should do that, but at the same time, that doesn't take you deep into the life of Christ. That's another prayer. You understand? ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ വീതി കൂട്ടാനേ പറ്റുള്ളൂ, നമുക്ക് ഡെപ്ത് കൂട്ടാൻ പറ്റത്തില്ല. We can only expand in breadth. We cannot go deeper into it, right? മനസ്സിലാവുന്നുണ്ടോ? That's how the nursery prayer progresses. How does a nursery child pray? ഒരു നഴ്സറി കുട്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പറയട്ടെ, സിമ്പിൾ വേർഡ്സ്. Oh Father, bless my father, bless my mother, bless my teacher, bless me, amen. Now we become older. The child prayed for 5 people, we prayed for 500 people, same thing. കർത്താവ് അനുഗ്രഹിക്കണമേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ, കാത്തുകൊള്ളണമേ, ഇവരെ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. അപ്പോൾ ലിസ്റ്റ് വലുതായി എന്നുള്ളതല്ലാതെ that quality does not increase. You pray for people in that house, that car, this car. In that place, if you pray for all the people sitting in all cars, in 1 second that will be over, right? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കണമെന്നല്ല. നിങ്ങൾ ഈ കാറിലും ആ കാറിലും ആ വീട്ടിലും ഈ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷെ ഞാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒഴിവാക്കണമെന്ന് ചുരുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പരന്ന പ്രാർത്ഥന എത്ര പരന്നാലും അത് നമുക്ക് ഒരു പോയിന്റിൽ തീർക്കാവുന്നേ ഉള്ളൂ. അത്രയും വലുപ്പം അതിന് റിയലി ഉള്ളൂ. പിന്നെ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു, അവരെ എല്ലാം ദൈവത്തിന്റെ അടുത്തിൽ മെമ്മറി ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് ഇൻ സെൽഫ് ഗുഡ്. അത് വേണം, ചെയ്യുകയും ചെയ്യണം.
പക്ഷെ ഡീപ്പ് പ്രെയർ ഈസ് സംതിങ് ഡിഫറെന്റ്. ഡീപ്പർ പ്രെയർ ഈസ് ഓൾവേസ് കൺസേണിങ് മൈസെൽഫ് ഫസ്റ്റ്. ഇറ്റ്സ് അബൌട്ട് മൈ സാങ്ക്ടിഫിക്കേഷൻ. ആ പ്രാർത്ഥന മിസ്സായി പോകരുത് ഈ വൈഡ് പ്രാർത്ഥനയിൽ. മനസ്സിലാകുന്നുണ്ടോ? വി ഷുഡ് പ്രേ വൈഡ്, വി ഷുഡ് ഓൾസോ പ്രേ ഡീപ്പ്. ഡീപ്പ് പ്രെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയാണ്. കാരണം ഏറ്റവും കുഴപ്പക്കാരൻ, ലാസ്റ്റ് ഡേ someone asked me, what was the biggest stumbling block in your spiritual life? This question was asked to D.L. Moody 100 years back or 200 years back. I don't know. Almost 150, maybe around 100 years back. D.L. Moody said, the greatest stumbling block I ever encountered in my spiritual life was D.L. Moody. Did you hear that? D.L. Moody ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു ശുശ്രൂഷയ്ക്ക്? അന്നേരം D.L. Moody പറഞ്ഞു, ആ തടസ്സം D.L. Moody ആയിരുന്നു. എന്ന് പറഞ്ഞാൽ the biggest stumbling block is ourselves. ഞാൻ, ഐ ഫാക്ടർ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ D.L. Moody ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മൈ ബിഗസ്റ്റ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് വാസ് ചേസ് ജോസഫ് എന്ന് പറഞ്ഞു. കാരണം ചേസ് ജോസഫ് ഹാസ് എ കിങ്ഡം ദാറ്റ് ഡസന്റ് വാണ്ട് ടു പെരിഷ്. അതാണ് ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. സോ എവറി ടൈം ദർ ഷുഡ് ബി ആൻ ഇന്നർ ഗ്രോണിങ്. ഓ ലോർഡ്, എന്റെ വാക്കുകൾ എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കരുത്. ഞാൻ നിന്ദിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ, അവിടെ നിന്നെ സ്തുതിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊന്ന് പരീക്ഷിക്കപ്പെട്ടോട്ടെ. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. അങ്ങനെ പ്രോബ്ലം ഇല്ലെന്നൊക്കെ ഞാൻ ദൈവത്തോട് പറയുമെങ്കിലും ഐ മേ ഹാവ് എ പ്രോബ്ലം അറ്റ് ദാറ്റ് ടൈം. There will be pain in every brokenness. Are you getting me? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ prayer should go deeper. ആഴത്തിലേക്ക്, യേശുവിന്റെ ആ വ്യക്തിയിലേക്ക് ചെല്ലണം. ആ യേശുവിന് വേണ്ടി, യേശുവിനെ നേടാൻ വേണ്ടിയുള്ള ഒരു ദാഹമായി മാറണം. That's deeper, and that should continue 24 hours a day when you are speaking. Oh Lord, Jesus be seen through my talks. ഞാൻ സംസാരിക്കുന്നതിനകത്തെല്ലാം യേശുവിനെ, അവന്റെ ജീവനെ വെളിപ്പെടുത്തണം. That's one prayer. That's a deep prayer. ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ എന്താ മനസ്സിലായത്? പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും തീരൂല എന്ന് മനസ്സിലായില്ലേ? It never ends. Prayer never ends. Prayer points never gets exhausted. Okay? They keep on growing on us. Prayer always keeps on growing on us. Repentance always keeps growing on us. As we progress, we repent more and more. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും പാപങ്ങളുടെ അളവ് കുറഞ്ഞു എന്നല്ല നമുക്ക് തോന്നുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഹൗ മച്ച് ഓഫ് ഗ്രേസ് എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ എം ഗെറ്റിംഗ് ക്ലോസർ ടു ദ പെർഫെക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ഐ ബിക്കം മോർ ആൻഡ് മോർ അവെയർ ഓഫ് മൈ സിൻഫുൾനെസ് വിച്ച് ഐ പ്രീവിയസ്ലി കുഡ് നോട്ട് ഫാതം. നേരത്തെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന പാപങ്ങളെ എനിക്ക് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ ഐ ബിക്കം മോർ റിപ്പന്റിങ്. സോ റിപ്പന്റൻസ് ഗ്രോസ്, prayer grows, prayer points, the number of prayer points grow. അത് വളർന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വൈഡായിട്ട് മാത്രമല്ല വളരുന്നത്. ഇറ്റ് ഗ്രോസ് ഡീപ്പ് ഇൻ ടു അവർ ഹാർട്ട്. നമ്മുടെ അകത്തുള്ള വേരുകൾ മുറിഞ്ഞു പോയി യേശുവിന്റെ സ്നേഹത്തിൽ റൂട്ടഡ് ആകുന്നത് വരെ, until we are grounded and rooted in the love of Christ, this prayer goes deeper and deeper. Now I will come to the most holy office of a believer. That's worshiping the Lord. Worshipping the Lord has different dimensions. And in the we spoke about the Old Testament worship last day. നമ്മൾ കഴിഞ്ഞ ദിവസം പഴയ നിയമത്തിലെ ആരാധനയിൽ ദൂതന്മാരുടെ ആരാധനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചയുണ്ടെന്ന് നമുക്കറിയാം. അത് പഴയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ആരാധനയുടെ പിക്ചറാണ്. പക്ഷെ ആ മനോഹരതയ്ക്കകത്തൊരു ഭയാനകത്വമുണ്ട്. It's beautiful, but at the same time, it's awe-inspiring. That scene of worship in the book of Isaiah. There, the angels are really afraid of God. That's not coming out of pure love. That's coming out of fear. The angels are afraid of God. So they are not showing their face to the Lord. അല്ലെ, അങ്ങനെയല്ലേ? അപ്പം അവർ വർഷിപ്പ് ചെയ്യുമ്പോൾ there is only one verse they can chant again and again. Our God is holy, 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 holy. Continuously they are chanting holy, holy, holy. So that's the only thing that they know about God. Do you understand? So which are the attributes that are revealed about God to you? ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ ദൈവത്തെ കാണുമ്പോൾ ഓ ഹി സോ ഹോളി, സോ ഹി സോ ഹോളി, ഹോളി ഹോളി ഹോളി. ദാറ്റ്സ് one shout of adoration.
ഷൗട്ട്സ് ഓഫ് അക്ലമേഷൻ, അഡോറേഷൻ. അവനെ ആരാധിക്കുന്ന ശബ്ദമാണ് പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, യോഗ്യൻ. The whole earth is filled with your glory. We see that majesty. Oh, what a great Lord we have. അതൊരു വർഷിപ്പാണ്. പിന്നെ അടുത്ത വർഷിപ്പ്, ദ നെക്സ്റ്റ് ഫോം ഓഫ് വർഷിപ്പ്, അതായത് ആദ്യത്തെ വർഷിപ്പ് ഇങ്ങനെയാണ്: കർത്താവേ നീ എത്ര, നിന്റെ തേജസ് എത്ര വലുതാണ്, നിന്റെ മഹത്വം ലോകത്തെ മുഴുവൻ ചുറ്റിയിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഇത്ര വലിയൊരു ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നു, അതുകൊണ്ട് ദൈവമേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇതൊരു വർഷിപ്പ്. അടുത്തൊരു വർഷിപ്പ് ലോകത്തിലുള്ള ഏത് മനുഷ്യനും ചെയ്യാവുന്ന ഒരു വർഷിപ്പുണ്ട്. എനി മാൻ ഇൻ ദ വേൾഡ്, ബിലീവർ ഓർ അൺബിലീവർ, believer or unbeliever, anyone can worship like this. The second form is like that: God who created everything, God who made us, God who made these beautiful mountains, rivers, and this beautiful nature. Oh, when you look into your creation, we understand what a great God you are. This any man can say. That's also a worship, because that comes from the common revelation. ഇത് പൊതു വെളിപ്പാടിൽ നിന്ന് വരുന്നതാണ്. ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: കർത്താവേ നിന്റെ സൃഷ്ടി എത്ര മനോഹരം, നീ എത്ര വലിയ ദൈവം, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാം. നമ്മൾ എല്ലാവരും ചേരുന്ന, നിങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി വായിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഹാസ് എനിവൺ റെഡ് ഗീതാഞ്ജലി, the poem, collection of poetry? I have gone through it. അതെല്ലാം പ്രാർത്ഥനകളാണ്, ലോകത്തിൽ ആർക്കും ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ. എല്ലാം ഏക ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കുറെ പ്രാർത്ഥനകളാണ്, കുറെ ചിന്തകൾ. അതിനകത്തൊന്നും വിഗ്രഹങ്ങളില്ല, വേറെ ദൈവങ്ങളുടെ പേരുകളൊന്നുമില്ല. ഈ പ്രകൃതിയെ എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവായ വ്യക്തിത്വമുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് അതെല്ലാം. അത് കോമൺ റെവലേഷനാണ്. ദാറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ ആസ് സച്ച്, ദാറ്റ്സ് കോമൺ ടു ഓൾ റിലീജിയൻസ് ഇൻ വൺ വേ. അതൊരു വർഷിപ്പാണ്. അതിന് നമ്മൾ ഇവാഞ്ചലിക്കൽ വർഷിപ്പ് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. we used to practice it in Ongole in Andhra Pradesh. We will have 2 worship services, one for believers and the other for general public, and there we will preach the gospel, and here we will worship the Lord. Now coming to the New Testament worship, what's it? Is there any uniqueness in New Testament worship? Let's look at a picture of worship from the book of Revelation. In the book of Revelation we read these verses. Okay. Chapter 5, verses 9 to 14. Worthy are you to take the scroll and to open its seals, for you are slain. Okay, they are singing a new song. ഇവരെല്ലാം ഈ സ്വർഗത്തിലെ ബീയിങ്സ് എല്ലാം നേരത്തെ ഏതാ പാടിക്കൊണ്ടിരുന്നേ? ഹോളി ഹോളി ഹോളി. ഇപ്പൊ എന്താ പാടുന്നത്? വാട്ട് ആർ ദേ സിംഗിങ് നൗ? വർതി ഈസ് ദ ലാംബ് ദാറ്റ് വാസ് സ്ലെയിൻ. അതാണ് പുതിയ പാട്ട്. ദാറ്റ്സ് എ ന്യൂ സോങ് അല്ലെ? അവിടെ ഒരു പുതിയ പാട്ടെന്ന് എഴുതിയിട്ടില്ലേ? വാട്ട്സ് ദ ന്യൂ സോങ് ഇൻ ഹെവൻ? Worthy is the lamb. See, in English it's a little bit more beautiful. Worthy are you to take the scroll and to open its seals. കുഞ്ഞാട് യോഗ്യനാണ്. എന്തുകൊണ്ടെന്ന് എഴുതിയിട്ടുണ്ട്? For, because you were slain. നീ അറുക്കപ്പെട്ടവനായതുകൊണ്ട് നീ യോഗ്യനാണ്. എങ്ങനെയാണ്, എന്താണ് കുഞ്ഞാടിന്റെ യോഗ്യത എന്ന് അവിടെ പറയുന്നത്? അപ്പൊ എന്ത് വർഷിപ്പാ അത്? The same Lord was worshipped in the book of Isaiah when angels were afraid to look at him. Now the worship has changed. There is a new song being sung in heaven. സ്വർഗത്തിൽ ഒരു പുതിയ പാട്ട് കേൾക്കുന്നുണ്ട്. ആ പുതിയ പാട്ട് is not about God's holiness. ദൈവം എപ്പോഴും ഹോളിയാണ്. ദൈവത്തിന്റെ ഹോളിനെസ് ഒരിക്കലും ഒരു മാറ്റമില്ല. They understand that worship is there. On that background, a new song is sung that's not about God's holiness but about God's love. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധി ഈസ് നോട്ട് കോംപ്രമൈസ്ഡ്. പരിശുദ്ധി ഇല്ല എന്നല്ല അതിനർത്ഥം. പരിശുദ്ധി അതുപോലെ ഇരിക്കുമ്പോൾ തന്നെ there is a New Testament song the angels are singing about the love of the Lord that made the lamb to be slain. കുഞ്ഞാടിനെ അറുക്കാൻ ഏൽപ്പിക്കത്തക്ക വിധം
ദൈവം കാണിച്ച സ്നേഹത്തെ വാഴ്ത്തുന്ന ഒരു ആരാധനാ ഗീതം നമുക്ക് ഒരു പുതിയ പാട്ട് വി ഹിയർ ഇൻ ദി റെവലേഷൻ. അവിടെ പറഞ്ഞിരിക്കുന്ന ദ റീസൺ ഫോർ വർഷിപ്പ് ഈസ് വെൻ യു വെയർ സ്ലെയിൻ ഓ ലോർഡ്, നീ അറുക്കപ്പെട്ടപ്പോൾ നീ സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജനങ്ങളെ വീണ്ടെടുത്തിട്ട് അവരെ ഞങ്ങളുടെ ദൈവത്തിനെ ആ സ്നേഹം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ ഒരു രാജ്യവും പുരോഹിത വർഗവും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. ദേ ആർ റെയിനിങ് ഓവർ എർത്ത്. ഭൂമിയിൽ വാഴാൻ തക്കവണ്ണം രാജ്യവും അല്ലെ, ഭൂമിയിൽ വാഴുന്ന രാജ്യവും പൗരോഹിത്യവുമുള്ള ഒരു വർഗമാക്കി ഈ മനുഷ്യനെ എല്ലാ ജാതികളിൽ നിന്നുള്ളവരെ തെരഞ്ഞെടുത്ത രക്ഷിച്ച കുഞ്ഞാട് യോഗ്യൻ. അടുത്ത വാക്യം. ദൂതന്മാരുടെ സന്തോഷം. അതായത് സത്യം പറഞ്ഞ സ്വർഗത്തിൽ കുശുമ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ദൂതന്മാരുടെ ഈ there is no envy in heaven. The angels could have easily thought, many of our brethren perished and God did not send anyone to save them. But these human beings, like worms, when they perished, the Lord of heavens, who used to receive all worship and honor, he abandoned the throne and went down. താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരു മനുഷ്യനെ പോലെ, ഒരു വേമിനെ പോലെ ആയി. അവിടെ ആ മനുഷ്യനാൽ തന്നെ അറുക്കപ്പെട്ട് ദൈവം, ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഈ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ട് മനുഷ്യനാൽ നുറുക്കപ്പെട്ട് യാഗമായി അർപ്പിക്കപ്പെട്ട. when they see that sight, when these high beings of heaven worship the Lord, then thousands and 10,000s of angels, ആ ദൂതന്മാരെല്ലാവരും കൂടി ഒരു പാട്ട് പാടുവാണ്. എന്താ പാടുന്നത് നോക്കിയേ? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്യം, ഇഫ് ദ ലാംബ് ക്യാൻ ബി വർഷിപ്ഡ്, ഹി ഹാസ് ടു ബി ഗോഡ്. കാരണം ദൈവമല്ലാതെ ആരെയും വർഷിപ്പ് ചെയ്യാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ദൈവമല്ലാത്തതിന്റെ ഒന്നിന്റെയും മുമ്പിൽ ദൂതന്മാർ വീഴുകയുമില്ല. റീഡ് ഓൺ. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ദാറ്റ് നമസ്കാരം ഈസ് ന്യൂ ടെസ്റ്റാമെന്റ് വർഷിപ്പ്, കോർപ്പറേറ്റ് വർഷിപ്പ്. വർഷിപ്പിന് വേറൊരു പ്രാക്ടിക്കൽ തലമുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. ഈ വർഷിപ്പാണ് ദൂതന്മാർ പാടുന്നത്. the angels are singing not about their salvation, but they are singing about my salvation in heaven. അപ്പൊ ദൈവത്തെ അത്രയും നാൾ അവർ കണ്ടിരുന്ന മഹത്വമല്ല കുഞ്ഞാടിലൂടെ കാണുന്നത്. when the angels are looking from heavens, they are looking down on their Lord, who received so much of worship, going down just like a human being, dying for them on this dusty earth, suffering shame and pain. So unbelievable അല്ലെ? ദൈവം ഇത്രയും വളരെ മജസ്റ്റിയിൽ ഇരിക്കുന്ന ദൈവം ഇവിടെ വന്നിട്ട് നാണക്കേട് സഹിച്ച്, ലജ്ജ അനുഭവിച്ച്, കഷ്ടത സഹിച്ച്, വേർത്ത് കുളിച്ച്, മടുത്ത്, ദാഹിച്ച്, വിശന്ന് ഇവിടെ മരിക്കുന്നു എന്ന് പറയുന്നത്. ഏഞ്ചൽസ് were looking eagerly to that sight of the Lord dying on the cross. എന്നിട്ട് അവർ പറയാണ്, why? To save this chase, to save this daughter or son. The Lord came down and died on the cross. എന്നിട്ട് കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. They cannot bear that sight and they say, ഇത്രയും ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി മരിച്ച കുഞ്ഞാട് യോഗ്യൻ, അവൻ സകല ബഹുമാനത്തിനും യോഗ്യൻ. ഇതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ദൂതന്മാർ നമ്മളെ ഓർത്ത് പാടുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് പാടാൻ മറന്നുപോയിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, in our churches we don't worship the Lord for the great salvation.
and confess the lamb that was slain is worthy of receiving honor and glory and might and power. That's the words that we should use to worship the Lord. This is the New Testament worship. This is a song of salvation, and angels are singing it looking down on us, but we should be looking at ourselves and say, oh Lord, to you belong all glory. This is what corporate worship means. When we come together on Sundays, we lift the name of the Lord and say, oh Lord, you died for me. That is the only reason I am here. And I remember your death, oh Lord, and thank you for being my substitute on the cross, where you took my punishment, and I was made your king, your kingdom, and your priest by your ministry. And the whole honor goes to the Lord. Know what the Pentecostals will do is give honor and give not honor, give might and power to the devil. Sometimes have you ever heard the people saying like this? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? സാത്താന് നല്ല ശക്തിയുണ്ട് കേട്ടോ, ഹീസ് വെരി പവർഫുൾ. കേട്ടിട്ടുണ്ടോ? When they visited a house, they said, we have പോരാട്ടം all over, fight, warfare all over. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പോരാട്ടമാണ്. ഞാൻ ചോദിച്ചു, വാട്ട്സ് ദ റീസൺ, വാട്ട്സ് ദ കേസ്, വാട്ട്സ് ദ സിറ്റുവേഷൻ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ അയൽ വീട്ടിലെ ആൾക്കാർ സോഴ്സറി ചെയ്യാം, കൂടോത്രം. The neighbors are doing sorcery on us. Every morning we see some flowers tied together and egg in front of our home, in front of our gate. ഞങ്ങൾ മുട്ടയിലും ചെമ്പരത്തിപ്പൂലും ഒക്കെ കൂടോത്രം ചെയ്ത്, ഹിബിസ്കസ് ഫ്ലവർ കൂടോത്രം ചെയ്ത് വീടിന് മുമ്പിൽ ഗേറ്റ് മുമ്പിൽ കാണാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഡിഡിന്റ് യു പ്രേ? പ്രാർത്ഥിച്ചു, എന്നിട്ടും പോകുന്നില്ല. ഏതായി പോരാട്ടം? ഡിഡിന്റ് യു ഫാസ്റ്റ്? Yeah, we fasted. എന്നിട്ടും പോയില്ല. No, you didn't go. Then I said, do one thing, you leave this faith and go with them, because they seem to be more powerful than our. Now most of the time when you say the devil is powerful, you are giving power to devil. Actually he is a defeated enemy. You should be very much aware of his tricks. അവന്റെ ട്രിക്കിനെ കുറിച്ച് നിങ്ങൾ എല്ലാ സമയത്തും ബോധവാന്മാരായിരിക്കണം. But never give power and might to the devil and say, oh, devil is very powerful. No, he is defeated by the Lord. He is under your feet because of Christ. And instead of giving glory and power to the devil, give glory and power to the lamb who was slain, and then you become powerful. But so many pastors will lose their livelihood if devil loses his might. ഒത്തിരി പാസ്റ്റർമാരുടെ ഉപജീവനമാർഗം കത്തിപ്പോവും. കാരണം ഒത്തിരി പേര് ഈ പിശാചിന്റെ പോരാട്ടത്തെ ജയിക്കാനെന്നും പറഞ്ഞാണ് ഈ മിനിസ്റ്റർ തന്നെ കൊണ്ട് നടക്കുന്നത്. So if they understand that it is already defeated on the cross, their ministry becomes null and void. But never give power to the devil, never say he is mighty. Instead you say the slain lamb is mighty. കുഞ്ഞാട് സ്ട്രോങ് ആന്ന് പറ, സാത്താൻ സ്ട്രോങ് ആന്ന് പറയരുത്. പക്ഷെ അവന്റെ ട്രിക്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ സൂത്രക്കാരനാണ്. he will trap you into losing your faith. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കപ്പൽ തകർക്കാൻ അവൻ ശ്രമിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ he will do everything possible. You should be aware of his craftiness. Say he is crafty, no problem, but never say he is strong, but he is defeated, because he is defeated. അവൻ തോറ്റുപോയൊരു ശത്രുവാണ്. അതുകൊണ്ട് വർഷിപ്പിന്റെ കോർപ്പറേറ്റ് സൈഡ്, നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്നിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്, കർത്താവേ, I praise you because of the salvation. You are worthy, I am not. This salvation belongs to you. I thank you for the salvation. I have so many times imagined going to heaven. Previously I used to imagine like that. I will lead a good life here and minister to the Lord everywhere. And when I go to heaven, all the angels will stand up and say that Chase has come. Shall all give him a clap. Clap is only when I walk through this aisle to the pulpit. ഈ കയ്യടി എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക്, അതിവിടെ കിട്ടും. ഇപ്പൊ ചേസ് പാസ്റ്റർ പ്രസംഗിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും കൈയടിച്ച് സ്വാഗതം ചെയ്യാം, പട്ട അതിവിടെ ഉള്ളൂ, അവിടെ ഇല്ല. When I enter into heaven, the angels will say, വരുന്ന കണ്ടോ, ഇവനൊക്കെ എങ്ങനെ കിടന്നവനാ. വേറെ ഏഞ്ചൽ പറയും, all glory to the lamb. ഇവൻ ഈ വിശുദ്ധിയുടെ വസ്ത്രം കിട്ടേക്കുന്നത് ഇവന്റെ ഒന്നുമല്ല, ആ കുഞ്ഞാട് കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഓൾ ഗ്ലോറി. എന്നെ നോക്കിയിട്ടും എന്നെ നോക്കിയല്ല കൈയടിക്കുന്നത്, അവർ കുഞ്ഞാടിനെ വർഷിപ്പ് ചെയ്യുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാം, എന്റെ ദൈവമേ, ഈ വസ്ത്രം ഒന്നും എന്റെ അല്ല, എല്ലാം നിന്റെയാണ്. വർഷിപ്പ് അല്ലെ, ഐ വർഷിപ്പ് യു. ഇതെല്ലാം ത്രോണും എല്ലാം താഴെയിട്ട്, എനിക്ക് ത്രോണല്ല, കിരീടം, ക്രൗൺ എല്ലാം താഴെയിട്ട്
I will also say, oh Lord, you are worthy, I am unworthy. I am unworthy even to come into heaven or even think about heaven because I was lost, and all glory and honor belongs to. ഈ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഇറ്റ്സ് വെരി ഗുഡ് എക്സസൈസ് ഇൻ ദ ബ്രേക്കിംഗ് ഓഫ് അവർ ഫ്ലഷ്. when you confess inwardly that I am not worthy, നിങ്ങൾ ഹൃദയത്തിനകത്ത് പറയാം I am not worthy. അപ്പൊ വേറൊരുത്തം പറയാന്ന് വെച്ചാൽ നിങ്ങളോട് someone else tells you you are not worthy, then why should I get angry? I will not, because I just confess to the Lord I am not worthy, right? ഞാൻ പറയാം എന്നെ കൊണ്ട് ഒരു ഗുണമില്ല കർത്താവെ, ഞാൻ വെറും ഒരു പുഴുവാണ് കർത്താവെ എന്ന് പറഞ്ഞു വേറൊരുത്തം എടാ പുഴു ആണ്ടാ എന്നെ മുഴുവൻ എന്തിനാ പറയുന്നത്? He told you only the truth. So when you worship the Lord, you are abdicating your throne and saying only one person is worthy of receiving worship, and that's not me. പുകഴ്ച സ്വീകരിക്കാൻ ഞാനില്ല, ഒരാളെ ഉള്ളൂ യോഗ്യനായിട്ടുള്ളൂ. അതിന് എപ്പോഴും കൺഫസ് ചെയ്യുമ്പോൾ ദാറ്റ് ഡെലിവേഴ്സ് മീ. അതാണ് ആരാധനയിലെ വിടുതൽ. അല്ലാതെ കൈയടിച്ച് കൺട്രോൾ പോകുമ്പോൾ ഉണ്ടാകുന്ന വേർപ്പിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം അല്ല വിടുതൽ. വിടുതൽ മീൻസ് യു അബ്ഡിക്കേറ്റ് യുവർ ത്രോൺ ആൻഡ് ക്രൈസ്റ്റ് ഈസ് എൻത്രോൺഡ് above all, and we continuously worship and give praise and honor to him, and our kingdom is broken. അല്ലെ, ഞാൻ അയോഗ്യനാന്ന്, അയ്യോ ഞാൻ അയോഗ്യനാ കർത്താവേ. അപ്പൊ ആരെങ്കിലും അയോഗ്യൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? കറക്റ്റ്, യു ആർ നൗ റൈറ്റ്. ചെയ്സ് ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങനൊന്നല്ല കരുതത്. ഈ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടെ ഞാൻ പറയും നിങ്ങൾ ഇനി എന്തെല്ലാം കാണാതിരിക്കുന്നു. നിങ്ങൾ കണ്ടത് വെച്ച് ഞങ്ങൾ ഇത്രയേലും കരുതി. എന്റെ ഒറിജിനൽ സ്വഭാവം നിങ്ങൾ കണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എന്നെ ബോംബെ പോലും കയറ്റില്ലായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ സ്വർഗത്തിൽ ഇരുത്താൻ മാത്രം പ്രസാദം തോന്നി. അത്രയും കഷ്ടപ്പാടാ എന്നെ രക്ഷിക്കാൻ ആ കുഞ്ഞാട് അനുഭവിച്ചത്. നിങ്ങൾ ആ സ്തോത്രം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനോട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ദാറ്റ് ലവ് വിൽ ക്യാപ്ചർ യു. ആ ലവിൽ നിന്ന് മാത്രമേ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. സോ വർഷിപ്പിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഓഫീസ് ദാറ്റ് വി ഷുഡ് പ്രാക്ടീസ്. നമ്മുടെ ലൈഫിൽ ഓരോ മോമെന്റിലും there should be a worship going out and a prayer going out, even without lips speaking it. Inward, as an inward groaning, oh Lord, you alone are worthy. I am unworthy. If my wife ridicules me or a husband ridicules me or belittles me, oh Lord, I know that's my real stage. They have understood the truth, but oh Lord, beyond that you have saved me. Thank you for my salvation, and all glory belongs to the Lord. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഇവിടെ ആയാലും ഭൂമിയിലായാലും എവിടെ ആയാലും നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ അയോഗ്യരാണ്, യാതൊരു ഗുണവും ഇല്ലാത്തവരാണ്. എല്ലാറ്റിനും മുകളിൽ നമ്മളെ രക്ഷിക്കുവാൻ, ഈ ഭൂമിയിൽ പോലും ജീവിക്കാൻ അവകാശമില്ലാത്തവനെ സ്വർഗത്തിൽ ഇരുത്താൻ ആ കുഞ്ഞാട് അനുഭവിച്ച വേദനകൾ ഓർത്തിട്ട് ഞാൻ പറയാം, കർത്താവെ, only because of you I am saved. ഇതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഈ വർഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇന്റലിജന്റ് വർഷിപ്പായി മാറുന്നത് എൻ്റെ ശരീരം യാഗമാകുമ്പോഴാണ്. അത് all through my life, second by second, I have to deny that fleshly cravings. ആ ജഡത്തിന്റെ നിലവിളി ഉണ്ടല്ലോ, കുറച്ച് റെക്കഗ്നീഷന് വേണ്ടി. ഒരു വാക്ക് എന്നെ കുറിച്ച് നല്ലത് പറയുമോ പ്ലീസ് എന്ന് ക്രേവ് ചെയ്യുന്ന ഒരു ഫ്ലഷ് ഉണ്ട് നമുക്ക്, അല്ലെ? Sometimes we have a flesh that craves, oh please say one good thing about me. നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന ഭർത്താവ് ഭാര്യയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോളൂ, ഒരു നല്ല കാര്യമെങ്കിലും പറയോ പ്ലീസ്, എന്റെ ജഡം ഒന്ന് ആശ്വസിച്ചോട്ടെ. നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്നത്, ഒരു പ്രാവശ്യം ഒരു നല്ല കാര്യം പറ എന്ന് പറയുമ്പോൾ എന്റെ ഫ്ലഷിന് ഒരു ആശ്വാസവും നീ തരുന്നില്ല. പക്ഷെ ഒരു ആശ്വാസമെങ്കിലും എന്റെ ഫ്ലഷിൽ ഇതാ. ഡോണ്ട് ഗോ ആൻഡ് ലുക്ക് ഫോർ ദാറ്റ്. ലുക്ക് ഫോർ എ കംപ്ലീറ്റ് ക്രൂസിഫിക്ഷൻ ഓഫ് ദ ഫ്ലഷ്, so that the flesh will no longer complain of any ridicule, and say, oh Lord, you alone are worthy, I am unworthy. And that position of worship takes worship into our whole life. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ എലമെന്റിലേക്കും ആ വർഷിപ്പ് ഇറങ്ങി വരുമ്പോൾ Christ will be glorified through our life, and his name will be above every names. Shall we pray? പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് ആ രക്ഷയുടെ ആ ബ്യൂട്ടി, മനോഹരത്വം കാണുവാൻ, ക്രിസ്തുവിനെ അനുഭവിക്കാൻ, അവന്റെ ആ വേദനകളിലൂടെ, അവന്റെ രക്തവിയർപ്പുകളിലൂടെ, അവന്റെ നമ്മളെ അന്വേഷിച്ചുള്ള അലഞ്ഞു തിരിഞ്ഞ് ഈ ഭൂമിയിൽ വിശന്ന് ദാഹിച്ച് കഷ്ടത അനുഭവിച്ച് അവൻ ഒന്നിനും കൊള്ളാത്ത എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത ആ നല്ല മുത്ത് അന്വേഷിച്ച് നടക്കുന്ന വ്യാപാരിയുടെ മുമ്പിൽ ഒരു ദിവസം, ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് അവനെ ഒന്ന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ലെറ്റ്സ് പ്രൈസ് ഗോഡ് ഫസ്റ്റ്. ഓ ലോർഡ്, കർത്താവേ, വി പ്രൈസ് യു ആൻഡ് ഗ്ലോറിഫൈ യു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നീ യോഗ്യനാകയാൽ, ഞങ്ങൾ അയോഗ്യരാകയാൽ, ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തതിനാൽ, നിനക്കെല്ലാം ഉള്ളതിനാൽ, അതെല്ലാം ഞങ്ങളുടെ അവകാശമായതിനാൽ, ഞങ്ങളെ നീ വീണ്ടെടുത്തതിനാൽ, കർത്താവെ, അതിനുവേണ്ടി നീ അനുഭവിച്ച വേദനകളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നീ ഓരോ അടി കൊള്ളുമ്പോഴും അതെന്നെ സൗഖ്യപ്പെടുത്തി
ഞാൻ കൊള്ളേണ്ട അടികളെല്ലാം നീ കൊണ്ടു കർത്താവേ. The pain that I should have suffered, you bore for me, O Lord, and you suffered and died on the cross just for this wicked, wretched sinner. Thank you, Lord, for this great salvation. Oh Lord, we glorify you and honor you. ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നീ യോഗ്യനാകയാൽ നിനക്ക് ശക്തിയും ബഹുമാനവും ബലവും മഹത്വവും സ്വീകരിപ്പാൻ കുഞ്ഞാടേ നീ യോഗ്യനാകയാൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.